हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय രാധാ പവനപ്രിയേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇവിടുത്തെ ചൂട് കാരണം ഒരു രക്ഷയില്ല. ചെന്നൈയിൽ അങ്ങ് ചൂടങ്ങ് നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഭയങ്കര ചൂട്. ഇവിടെ ഹാളിൽ നിന്നൊന്നും ക്ലാസ് എടുക്കാനേ പറ്റൂല. അത്രയും ചൂട്. ഇങ്ങനെ ഉരുകി ഒലിച്ച് ഒന്നും അല്ലാതായി പോകും. 2 ഫാനിൻ്റെ ചൂട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ടും നല്ല ചൂടാണ്. പിന്നെ ചൂട് കാരണം ഇങ്ങനെ തളർന്നു പോകും നമ്മൾ. ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തീരെ വയ്യാണ്ടാവും. ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടാവും. അത്രയും തളർച്ച കാരണം ചില സമയങ്ങളിൽ മഞ്ജരീസിൻ്റെ ഫോണേ ഞാൻ സൈലൻറ്റിലിടും. അത്രയും തളർന്നു പോകുന്ന അവസ്ഥ. വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ലാതെ യൂറിനൊന്നും പാസ് ചെയ്യുന്നില്ല. അത്രയും സ്വെറ്റിംഗ് ആണ്. ഹ്യൂമിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ആണെങ്കിൽ വാട്സപ്പിലിട്ട് വെക്കും. ഞാൻ സമയം പോലെ നോക്കിയിട്ട് റിപ്ലൈ തരാം. നാളെ മുതൽ നമ്മൾ അന്നദാനം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം അന്നദാനത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചൂട് കാരണം വൈകുന്നേരങ്ങളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തെരുവിലൊരു റിവ്യൂ എടുത്തപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരുടെയും ആവശ്യം. നൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ചോറും കറിയും വേണം. അപ്പോൾ നമ്മൾ വലിയൊരു ടാസ്കിൽ പെട്ടു. കാരണം എന്താ, ഉച്ചക്കത്തെ ആ ഒരു തീക്ഷ്ണമായ ചൂടിൽ ഫുഡും കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നാളെ മുതൽ ഇനി ഒരു ഓട്ടോ പിടിച്ച് പോകാതെ രക്ഷയില്ല. അത്രയും ഹൈ റിസ്ക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല ചൂട്. എന്താ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ചൂട്. പൊതുവേ തമിഴ്നാട്ടിൽ കേരളത്തിനെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ കേരളത്തിൽ അത്രയുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ചൂടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അൺസഹിക്കബിൾ എന്ന് വേണമെങ്കിൽ പറയാം. തളർന്ന് പോവാണ്. കണ്ണിലൊക്കെ ഇരുട്ടായി. നമ്മൾ എ സിയിൽ നിന്ന് ഇങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിന്ന് എ സിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോഴേക്ക് കണ്ണ് രണ്ടും ഇരുട്ടായി. ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഫോൺ എടുക്കാൻ പോയിട്ട് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ വീട്ടിൽ വന്ന് ഇന്നൊക്കെ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. വന്നതേ ഓർമ്മയുള്ളൂ. ആ തറയിൽ ഒരൊറ്റ കിടത്താൻ കിടന്നു. എ സിയും ഫാനും കൂടെ ഒരുമിച്ചിട്ടിട്ട് തറയിൽ കിടന്നു, ഒരു തലേണ ഇട്ടിട്ട്. ബെഡൊക്കെ അങ്ങനെ 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 എന്താ പറയുക, തമിഴിൽ പറയും കൊതിക്കുമെന്ന്. ബെഡൊക്കെ ഇങ്ങനെ തിളച്ച് മറിയാണ്. ആ തറയിൽ ഞാൻ കിടന്നിട്ട് കൃത്യം 6:30 മണിക്കാണ് കണ്ണു തുറന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം കോള് വരുമ്പോൾ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. അതും വയ്യ. ഒരൊറ്റ കിടത്തങ്ങ് കിടന്നു. കറക്റ്റ് 6:30 മണിക്കാണ് കണ്ണു തുറക്കുന്നത്. അത്രയും ടയർഡായി പോകുന്നു. അപ്പം നാളെ മുതൽ ഇനി ഉച്ചയ്ക്കാണ് നമ്മൾ അന്നദാനം കൊടുക്കുന്നത്. ഓക്കെ, തരാം, തീർച്ചയായിട്ടും തരാം സർ. ഒരു ലൈവ് തരാം, നോ പ്രോബ്ലം. പ്രചരണത്തിന് എവിടെയൊക്കെ അവസരം കിട്ടുന്ന അവിടെയൊക്കെ നമ്മൾ ചെയ്തിരിക്കും, വിത്തൗട്ട് റെമ്യൂണറേഷൻ. ഇവിടെ 40-40ൻ്റെ മുകളിലോട്ടൊക്കെ പോയി. ഒരു രക്ഷയില്ല ചൂട്. പിന്നെ വണ്ടിയുടെ പുകയും കാറ്റും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും സാരമില്ല, എല്ലാം ഉണ്ടാക്കി വെച്ച എന്താ പറയുക, സൂപ്പർ സൗമ്യ, നമ്മളായിട്ടുണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയുള്ള മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് അമിതമായ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും എല്ലാം കൂടി ആയപ്പോഴാണ് പ്രകൃതി ഇത്രയും മാറിപ്പോയത്. ഇന്ന് ഞാൻ അന്നദാനത്തിൻ്റെ ക്യാരി ബാഗ് വാങ്ങാൻ പോയപ്പോൾ അവർ 2 ക്യാരി ബാഗ് കാണിച്ചു തന്നു എനിക്ക്. ഒന്ന് ഗവൺമെൻറ് ബാൻ ചെയ്തത് 41 മൈക്രോൻ്റെ താഴെ. അതാണെങ്കിൽ നിങ്ങൾക്കൊരു 10-30 എണ്ണം എന്താ പറയുക 25-30 രൂപയ്ക്ക് കിട്ടും, 60 എണ്ണമൊക്കെ കിട്ടും. മറ്റേത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത ക്യാരി ബാഗ് ആണ് എങ്കിൽ, കവറാണെങ്കിൽ 300 രൂപ തരണം, 60 പീസ് ഉണ്ടാവും എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എനിക്ക് ഗവൺമെൻറ് ബാൻ ചെയ്തത് വേണ്ട, ഗവൺമെൻറ് ബാൻ ചെയ്യാത്തത് മതി. കാരണം എന്താ, ഗവൺമെൻറ് ബാൻ ചെയ്തത് പ്രകൃതിക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ പോയിട്ട് പൈസയ്ക്ക് വില കുറവാന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ. ഞാൻ 300 രൂപ ഞാൻ തരാം, നിങ്ങൾ എനിക്ക് ഗവൺമെൻറ് അപ്രൂവൽ ചെയ്ത ക്യാരി ബാഗ് തരൂ എന്ന് പറഞ്ഞു. കാരണം ഇനി നമ്മളും കൂടി പ്രകൃതിയെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല യാത്രകളൊക്കെ കഴിഞ്ഞ് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ ജോലിയും കൂടി ആകുമ്പോഴേക്കേ ഫോൺ കോൾസും അറ്റൻഡ് ചെയ്ത് ക്ഷീണമാവുന്നത് കൊണ്ടാണ് ചില ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക.
ദയവായി ആരുടെ മനസ്സിലും മാതാജി ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല തോന്നിയ സമയത്താണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള പരാതികളൊന്നും വരരുത്. കാരണം എന്താ വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് തരുന്നു. ആ പൂജയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഹാരമണിയിലും എല്ലാം തീർത്ത് വീട്ടിലെ ജോലിയും പുറത്തത്തെ ജോലിയും പർച്ചേസിങ്ങും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ശരിക്കും തളർന്നു പോകുന്നു. കാലാവസ്ഥ കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, മാക്സിമം ക്ലാസ് എടുത്തിട്ട് പോകാം. ഇന്ന് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിയതുകൊണ്ട് ഒരല്പം ഞാനൊന്ന് റിലാക്സ്ഡായി, അതുകൊണ്ടാണ് എടുക്കാൻ വന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ശാന്തി പർവ്വമാണ് മഹാഭാരതത്തിൽ. ഓക്കെ, ശാന്തി പർവ്വത്തിൽ നമ്മൾ പഠിക്കുന്നത് ഉദത്യൻ്റെ ഉപദേശങ്ങളാണ്. വൈശാഖ മാസം 9-ാം തീയതി തുടങ്ങും. താങ്ക് യു സിനി മാതാജി. 9-ാം തീയതി തുടങ്ങും. അപ്പോൾ ഉദത്യൻ്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ എന്താ പറയുന്നത്, ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. മഹാഭാരതത്തിലൂടെ രാജാവ് എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഉപദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രാജാവ് എങ്ങനെയായിരിക്കണം എന്ന് ഉപദേശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും, ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ മന്ത്രിമാര്, ആൾക്കാർ, ഇവരൊക്കെ എങ്ങനെയായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? കാരണം ഇന്നത്തെ കാലത്ത് രാജാവില്ല. അപ്പൊ രാജാവ് എന്ന് പറയുമ്പോൾ അധികാരി, ആ അധികാരി ആ സ്ഥാനത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മർ പിന്നീട് എന്താ ചെയ്യുന്നത്? ഉദത്യൻ മാന്ധാതാവിന് കൊടുത്ത ഒരു ധർമ്മോപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു ലാലി മാതാജി. അപ്പോൾ ഉദത്യൻ മാന്ധാതാവിന് കൊടുത്തൊരു ധർമ്മോപദേശമുണ്ട്. എന്താ അത്? ആ ഉപദേശത്തെക്കുറിച്ച് യുധിഷ്ഠിരന് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്ന് പറഞ്ഞു കൊടുക്കാണ്. എന്താ പറഞ്ഞു കൊടുക്കണേന്നറിയോ? മാന്ധാതാവായിരിക്കുന്ന യവനാശ്വന്റെ ചോദ്യത്തിന് ഉദത്യൻ ഉപദേശിച്ചു. എന്താ ചോദ്യം, എന്താ ഉത്തരം? രാജാവ് നിലകൊള്ളുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരു മന്ത്രിമാരായാലും രാജാവായാലും ആരായാലും ഉദ്യോഗസ്ഥൻ, നിയമപരമായി ഇരിക്കുന്ന ഒരു വ്യക്തി, ഇനി കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം, ഇവരെങ്ങനെ നിലകൊള്ളണം? ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം. അധർമ്മം ചെയ്യാൻ പാടില്ല. 10 മക്കളുണ്ടെങ്കിൽ 10 കണ്ണിൽ കാണരുത്, ഒരു കണ്ണിൽ കാണണം. ഒരാളോട് കുറച്ചധികം സ്നേഹം, ഒരാളോട് കുറഞ്ഞ സ്നേഹം, ഇതൊന്നും പാടില്ല. ഇതെല്ലാം അധർമ്മമാണ്. ഒരിക്കലും നമ്മുടെ 10 മക്കൾ പോയിട്ട് 2 മക്കളാണെങ്കിൽ അവർ ഒരുപോലെ ആയിരിക്കില്ല. മൂത്തവൻ സൈലന്റ് ആണെങ്കിൽ ഇളയവൻ വയലന്റ് ആയിരിക്കും. ഇനി ഇളയവൻ സൈലന്റ് ആണെങ്കിൽ മൂത്തവൻ വയലന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെയും പല പല രീതിയിൽ നമ്മൾ കാണരുത്. നമ്മുടെ കയ്യിൽ 5 പേരിലും ഒരുപോലെയല്ല. പക്ഷെ 5നും 5ൻ്റെതായ ധർമ്മമുണ്ട്. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. 5നും 5ൻ്റെതായ ധർമ്മമുണ്ട്. അതേപോലെ ഇവിടെ രാജാവ് നിലകൊള്ളുന്നത് ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ കാമത്തിന് വേണ്ടി ആവരുത്. താങ്ക് യു പ്രീതി മാതാജി. കാമത്തിന് വേണ്ടി ഒരിക്കലും രാജാവ് നിലകൊള്ളരുത് എന്ന് പറയണം. കാമം എന്ന് പറയുമ്പോൾ ശരീരസുഖം മാത്രമല്ല, എന്തിനോടാണോ അമിത ആസക്തി തോന്നുന്നത് അതെല്ലാം കാമം തന്നെയാണ്. നമ്മൾ വിചാരിക്കും കാമം എന്ന് പറയുമ്പോൾ ശരീരസുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ധനത്തിനോട് കൂടുതൽ ആസക്തി തോന്നുകയാണെങ്കിൽ അതും ഒരു കാമാസക്തിയാണ്. നമുക്കൊന്നിനോടും അമിതമായിട്ട് ആസക്തി തോന്നാൻ പാടില്ല. രാജാവ് എന്താ പറയാ, ദേവഭാവത്തിൽ തന്നെ നിൽക്കണം. ഒരു ദേവൻ, ഒരു ദേവി എങ്ങനെയായിരിക്കും? എപ്പോഴും ഈക്വൽ മൈൻഡ് ആയിരിക്കും, അല്ലെ? ഒരിക്കലും അത് കൂടുതൽ ഇത് കുറവ് അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ കൃഷ്ണന് എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണ്. അതേപോലെ രാജാവിനും എല്ലാവരും തുല്യരായിരിക്കണം. അല്ലാതെ അവരോട് കൂടുതൽ അടുപ്പം, ഇവരോട് കൂടുതൽ അടുപ്പം, അതൊന്നും പാടില്ല. ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളോട് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അവരോട് വഴക്കിന് പോവില്ല, മാറി നിൽക്കും. അപ്പം അങ്ങനെ നമ്മൾക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്തൊക്കെയാണെങ്കിൽ ചില ആൾക്കാർ നമുക്കിട്ട് പാര വയ്ക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊതുവേ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? റിയാക്ട് ചെയ്യും. നമ്മൾക്ക് റിയാക്ഷൻ വേണ്ട. നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഭഗവാൻ കാണിച്ചു തരും, ഇന്ന വ്യക്തി ഇങ്ങനെയാണ്, ഇന്ന വ്യക്തി ഇങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷെ നമ്മൾ ഒഴിവാക്കണ്ട. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ രാജാവ് ഒരിക്കലും എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? ഉദത്യൻ കാമാസക്തിയിൽ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. രാജാവ് കാമാസക്തിയിൽ ജീവിച്ചാൽ ആ രാജ്യത്തിൻ്റെ നില താളം തെറ്റും. ഹരേ കൃഷ്ണാമ്മേ, നില താളം തെറ്റും. പൊതുവേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുകയാണെങ്കിൽ അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ്സാണ്.
അല്ലെ? ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ എന്താ അവസ്ഥ? അവരുടെ കയ്യിൽ അധികാരമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ മാറിക്കും. ഒരിത്തിരി എന്തെങ്കിലുമൊക്കെ ഒരു പണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഈവൺ അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉണ്ട്, അല്ലെ? എന്താ പറയാ, ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? ധനം കുമിഞ്ഞവന് കൊല്ലും കൊലയും കുലാധികാരമെന്ന്. ശരിയാണ്. ധനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവന് കൊല്ലാനും പറ്റും, കൊലയ്ക്ക് കൊടുക്കാനും പറ്റും. അത് അവന്റെ കുലത്തിന്റെ അധികാരമായി മാറുകയാണ്. അതേപോലെയാണ് ഇന്നത്തെ കാലഘട്ടവും. കുറച്ച് പണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവനാണ് എന്തും ചെയ്യാൻ സാധിക്കും. പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്നുള്ളൊരവസ്ഥ. പണമില്ലാത്തവനോ ഒരു പട്ടിയുടെ കാട്ടത്തിന്റെ വില പോലും സമൂഹത്തിലില്ല. ഇതൊക്കെ വളരെ മോശമാണ്. പണത്തിന്റെ പേരിൽ ഒരിക്കലും ഒരാളെയും നമ്മൾ വേർതിരിച്ച് കാണരുത്. പണം, സൗന്ദര്യം, അധികാരം ഇതൊന്നും വ്യക്തികളെ വേർതിരിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. അത് വളരെ തെറ്റാണ്. എത്ര കോടിക്കണക്കിന് പണം ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റാ. അതങ്ങനെയാണ്. ആ ആരോഗ്യം നശിച്ചു കിടക്കുമ്പോൾ ആ വ്യക്തി നല്ല മനസ്സിനുടമയാണെങ്കിൽ 7 കടൽ കടന്നിട്ടാണെങ്കിലും ആൾക്കാർ തേടി വരും. നല്ല മനസ്സുള്ള വ്യക്തികൾ തേടി വരും. അയ്യോ, ഉണ്ടായിട്ടാണ് എനിക്കൊരു കാലത്ത് ഉപയോഗം ചെയ്തത്, ഉപയോഗിച്ച് എന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ എന്നോട് 2 വാക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ ധനത്തിൻ്റെ മേളിൽ ഒരിക്കലും ഒരാളെയും വേർതിരിച്ച് കാണരുത്. എനിക്കറിയാവുന്ന പല വ്യക്തികളുണ്ട്. പണമുള്ളവർക്ക് നേരെ ഹലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, പേരൊന്നും പറയുന്നില്ല, വേഗം കളിച്ചും ചിരിച്ചും നിൽക്കും. ധനം ഇല്ലെങ്കിലോ ഞാൻ ബിസിയാണെന്ന് പറയും, ഞാൻ ഇല്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന വളരെ ക്ലോസ് ആയിട്ട്, എൻ്റെ ജീവിതത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഇതിനെതിരെയൊക്കെ ഞാൻ സംസാരിച്ചത് എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപദ്രവമായി മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതേക്കുറിച്ചൊന്നും ബോധമില്ല. നമ്മുടെ മഞ്ചരീസിൽ പണമുള്ളവനും ഇല്ലാത്തവനൊക്കെ തുല്യ സ്ഥാനമാണ്. അത് ഏത് വലിയ ഹൈക്കോടതി ജഡ്ജി വന്നാലും ശരി, റോഡ് അടിച്ചു വാരുന്ന ഒരാളാണ് ശരി, എനിക്ക് തുല്യമാണ്. ഞാൻ അങ്ങനെ ഒരാൾക്കും ഒരു പ്രത്യേകമായിട്ട് ഒരു വലിയ സംഭവ ബഹുലമായ ഒരാളാണെന്നും പറഞ്ഞിട്ട് ഞാൻ സ്ഥാനം കൊടുക്കാറില്ല. ബഹുമാനിക്കും, നമ്മൾ ബഹുമാനിക്കുന്നതിന് ഒരു കുറവുമില്ല. പക്ഷെ ധനത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും പേരിൽ ഒരു വേർതിരിവ് മഞ്ചരീസിൽ ഞാൻ കാണിക്കില്ല. അതിലൊരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ രാജാവ് ധനത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചാൽ രാജാവ് എന്താണ്? അധർമ്മമാണ് പ്രവർത്തിക്കുന്നത്. അല്ല എങ്കിൽ രാജാവ് ദേവഭാവം പ്രാപിക്കുന്ന പറയണത്. രാജാവ് ഈശ്വരന്റെ ഭാവത്തിൽ നിലകൊള്ളുമെന്നാണ് പറയുന്നത്. അധർമ്മമാണെങ്കിലോ നരകത്തിൽ പോയി പതിക്കുന്ന പറയണത്. നമുക്ക് നരകത്തിൽ പോണ്ട, അല്ലേ? നമുക്ക് നരകത്തിൽ പോണ്ട. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമായി നമുക്ക് ജീവിച്ചാൽ മതി, അല്ലേ? ആരോഗ്യമില്ലെങ്കിൽ ആരും വരില്ല. ആരോഗ്യമില്ലാത്ത സമയത്ത് നമ്മൾ നന്മയുള്ള കാര്യങ്ങളാണ് പ്രവർത്തിച്ചതെങ്കിൽ ഭഗവാൻ നമ്മളെ കൈവിടൂല. ഭഗവാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ അടുത്തേക്ക് എത്തിച്ചു തരും. ധർമ്മം നിലനിൽക്കുന്നത് എവിടെയാണ്? രാജാവിലാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരു ഉയർന്ന വ്യക്തിയുടെയും അല്ലെങ്കിൽ രാജാവിലുമാണ് ധർമ്മം നിലനിൽക്കുന്നത്. രാജാവ് ധർമ്മം ഒഴിവാക്കിയാൽ ആ രാജ്യത്തിന്റെ അവസ്ഥയെ താളം മറിഞ്ഞു പോകും. യാതൊരു സംശയവും ഇല്ല. പ്രഭവാവാർത്തം ഹി ഭൂതാനാം ധർമ്മസൃഷ്ടാ സ്വയംഭുവ തസ്മാ പ്രവർത്തനയെ ധർമ്മം പ്രജാനുഗ്രഹ കാരണാത് എന്നാ പറയുന്നത്. പിന്നെയോ കാമക്രോധവനാധൃത്യ ധർമ്മവേഭാനുപാലയ ധർമ്മശ്രേയസ്കരതമോ രാജ്ഞാം ഭരതസത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി പർവ്വത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണത്. ജീവികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നത്? അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവികളുടെ വളർച്ച ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ജീവികൾ വളരണമെങ്കിൽ ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? ധർമ്മത്തോടെ അവരെ സൃഷ്ടിക്കും. അധർമ്മത്തിൽ സൃഷ്ടിച്ചാൽ അവർക്ക് വളർച്ചയില്ല. അതുകൊണ്ട് പ്രജകളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി രാജാവ് എപ്പോഴും ധർമ്മം പാലിക്കണം. കാമക്രോധാദികളെയെല്ലാം വിട്ടിട്ട്, അതായത് കാമവും ക്രോധവും ഒന്നും പാടില്ല രാജാവ്. അതെല്ലാം വിട്ടിട്ട് രാജാവ് എന്ത് ചെയ്യണം? ധർമ്മത്തെ കാത്തു പരിപാലിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിലുള്ളവരും രാജാവിനെ കണ്ട് ഇതാവും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്, അല്ലെ? നമ്മൾ കുറച്ച് വേറെ രീതിയിലൊക്കെ പെരുമാറുകയാണെങ്കിൽ മക്കളും ആ വഴിക്ക് അങ്ങ് പോകും. നിങ്ങൾ അങ്ങനെയല്ല, അപ്പൊ എനിക്കിങ്ങനെ പോയാൽ എന്താ തെറ്റെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർക്കൊരു പാഠമായി മാറേണ്ടത്. രാജാക്കന്മാർക്ക് ധർമ്മം ശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ്. കാരണം അവർ ദേവഭാവത്തിലേക്ക് മാറും ധർമ്മത്തിൽ തന്നെ നിന്നാല്. ധർമ്മമൂർത്തികളായ ബ്രാഹ്മണർക്ക്
ഇഷ്ടമായതെന്തോ അത് ചെയ്യണം. ബ്രാഹ്മൺസിനെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അവരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ബ്രാഹ്മൺസിൽ തന്നെ പല മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളുണ്ട്. അത് ഭഗവാനും അവരും തമ്മിൽ നോക്കിക്കോളും. നമ്മൾ അവരെ നന്നാക്കാൻ പോകണ്ട. കാരണം നമ്മളെക്കാൾ കൂടുതൽ വേദപഠനം സ്വായത്തമാക്കിയ ഒരു വിഭാഗം ആളുകളാണവർ. അപ്പോൾ പലരും പൂണൂലിട്ടിട്ട് സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. വളരെ തെറ്റാണ്. മലത്തിലെ കൃമിയേക്കാൾ താഴെയായിരിക്കും അവരുടെ അടുത്ത ജന്മം. എന്നിട്ട് കോടാനുകോടി ജന്മം അവരെ കാത്തിരിക്കും. അങ്ങനെ 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 കാത്തിരുന്ന് ആമസോൺ വനാന്തരങ്ങളിൽ ഇരിക്കുന്ന എന്താ പറയാ സൂര്യപ്രകാശം പോലും ഏൽക്കാത്ത സ്ഥലങ്ങളിലുള്ള ജീവികളായിട്ട് വരെ അവർ ജന്മമെടുക്കും. അങ്ങനെ കിടന്ന് 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 ചില ജന്മങ്ങളിൽ പട്ടിണി കിടക്കും ഇര കിട്ടാതെ. അങ്ങനെ കിടന്ന് കിടന്ന് നശിച്ച് 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 ഓരോ ജന്മവും തീർന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു മനുഷ്യ ജന്മം കൊടുക്കും. ആ ജന്മത്തിൽ സകലമാന ദുരിതങ്ങളും അവരനുഭവിക്കും. എന്തെല്ലാം അനുഭവിക്കാൻ പറ്റുമോ എല്ലാം അനുഭവിക്കും. അത് നമ്മളും ഈ ജന്മത്തിൽ തെറ്റ് ചെയ്താൽ അങ്ങനെയാണ്. അനുഭവിച്ച് നരകിച്ച് അയ്യോ പത്തോന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മനുഷ്യ ജന്മം എടുക്കും. ആ ജന്മം കുറച്ചും കൂടെ ഉയർന്ന ജന്മമായിരിക്കും. ആ ജന്മത്തിലും വേദനകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതും തീർന്ന് അടുത്ത ജന്മം എടുക്കും. അപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കും. പിന്നെ അടുത്ത ജന്മം ഒരു ബ്രാഹ്മൺ ജന്മം കൊടുത്താൽ ഈശ്വരനെ അറിഞ്ഞാൽ ഈശ്വരനിലേക്ക് പോകാം. അല്ല വീണ്ടും അതിൽ നിന്നുകൊണ്ട് അഹങ്കരിച്ച് തെറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അധപ്പതിക്കും. അങ്ങനെ 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 നമ്മുടെ ജന്മത്തിൻ്റെ പട്ടിക രൂപരേഖ ഭഗവാൻ തയ്യാറാക്കും. ഭഗവാനെ അറിയാൻ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കരുത്. മാക്സിമം ഭഗവാനെ അടുത്തറിയുക. ഭഗവാനുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മുന്നോട്ട് പോകാം. എനിക്ക് വേണമെങ്കിൽ ഈ അടിക്കുന്ന വെയിലിൽ ചൂടിൽ തല കറങ്ങി താഴെ വീണു പോണ അവസ്ഥയിൽ പല വർക്കുകളും ഒഴിവാക്കാം, പല ജോലികളും ചെയ്യാതിരിക്കാം, ഈവൻ ക്ലാസ് പോലും എടുക്കാതിരിക്കാം. ആരും ഒന്നും ചോദ്യം ചെയ്യാനില്ല. 100 കണക്കിന് ഫോണാണ് ഒരു ദിവസം വരുന്നത്. ആ 100 കണക്കിന് ഫോണും അറ്റൻഡ് ചെയ്ത് ശബ്ദവും പോയി വീട്ടിലെ ഭക്ഷണവും ഉണ്ടാക്കി പുറത്തുള്ള ജോലിയും ചെയ്ത് നാളെ മുതൽ ഉച്ചയ്ക്ക് അന്നദാനവും കൊടുത്ത് ഈ ക്ലാസ് കഴിഞ്ഞാൽ നേരെ ബെഡ് കണ്ടാൽ പോയി കിടക്കാന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പേ ഡിന്നർ ഉണ്ടാക്കണം ക്ലാസ് കഴിഞ്ഞിട്ട്. അതും കഴിച്ച് നമ്മൾ ഒരു സെക്കൻഡ് പോലും ടൈമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നമ്മളെ ഭഗവാൻ ഏൽപ്പിച്ച ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ 1008 കാരണങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ ആ കാരണങ്ങളെ മറികടക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നത്. കാരണങ്ങളെ മറികടക്കാഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു പരമസത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അധർമ്മത്തിൻ്റെ പുത്രനാണ് ദർപ്പം അല്ലെങ്കിൽ അഹങ്കാരം. അഹങ്കാരമുള്ള വ്യക്തികൾ ആരായാലും ഓർത്തെഴുതി വെച്ചോ, നമ്മൾ മറുപടി കൊടുക്കേണ്ട. അത് അധർമ്മത്തിൻ്റെ മകനാണ്. അധർമ്മത്തിൻ്റെ സ്വന്തം മകനാണ് അഹങ്കാരം. ചില വ്യക്തികളുണ്ട് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, മാതാജി ഒരാൾ പറയാം മാതാജിക്ക് തോന്നിയ സമയത്തെ മാതാജി ക്ലാസ് എടുക്കും, പഴയ പോലൊന്നും ഇപ്പം എടുക്കുന്നില്ല. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എന്താണെന്നറിയോ, അത്രയ്ക്ക് വെയിലാണ് നമ്മൾ ഈ ഓടുന്നതേ. ഒരു ബോട്ടിൽ പോയിട്ട് 10 ബോട്ടിൽ വെള്ളത്തിലൊന്നും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. AC-യിലിരിക്കുന്ന അവർക്കറിയുന്നുണ്ടോ നമ്മുടെ അവസ്ഥ എന്താണെന്ന്? ചിന്തിച്ചു. എങ്ങനെ പറയാൻ നാവ് പൊങ്ങുന്ന കിച്ചൂട്ടാന്നാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചത്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് നേരെയും വിരൽ ചൂണ്ടരുത്. കാരണം എന്താ പറയുക, നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലിരുന്ന് പറയാം അവർ ഗൾഫിലാണ്, ഗൾഫിൻ്റെ മണലിൻ്റെ ചൂട് എന്താണെന്നുള്ളത് ഗൾഫിൽ നിൽക്കുന്നവനെ അറിയത്തുള്ളൂ, എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മൾ മനസ്സിലാക്കണം അത്. ഒരിക്കലും നമ്മൾ ഒരാളെ നേരെയും നമ്മളെ എന്താ ഏതാന്ന് മനസ്സിലാക്കാതെ ചിന്തിക്കാതെ വിരൽ ചൂണ്ടാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ, നമ്മളതെന്നും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഒരു വാക്കുകളും നമ്മൾ പറയരുത്. അതെത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ നേരിടുന്ന വലിയൊരു പാപമായി നമ്മുടെ നേരെ തന്നെ വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കാരഭാവം കൊണ്ട് നടക്കരുത്. അനേകം രാജർഷിമാരെ നശിപ്പിച്ച ഒരു ഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. കോടാനുകോടി രാജാക്കന്മാരെ നശിപ്പിച്ച ഭാവമാണ് അഹങ്കാരം. നമ്മുടെ വീടുകളിൽ തന്നെ കാണാൻ പറ്റും, നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാൻ പറ്റും. അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ ഞാൻ ചെയ്യും, ഞാൻ പറയും, എന്നെ കൊണ്ട് നടക്കും എന്ന് പറയുന്ന വ്യക്തികൾ. നമ്മളൊന്നും പറയാൻ പോണ്ട, ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്യാറ്, നിങ്ങളെ കൊണ്ട് നടക്കുമെങ്കിൽ നടത്തിക്കൂ. കുറേ പേര് വിളിക്കും റൂമിന് വേണ്ടി മഞ്ചരീസിലേക്ക്. വിളിച്ചിട്ട് പറയൽ എന്താണെന്നറിയോ,
ഒറ്റ കാര്യം പറയാം, മാതാജി നിങ്ങൾ ലൈവിൽ പറഞ്ഞു വളരെ കുറഞ്ഞ റേറ്റ് ആണെന്നൊക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ പറയാം, 5 പേർക്ക് AC റൂം 1500 രൂപയ്ക്ക് എവിടെ കിട്ടും? എവിടെ കിട്ടും? കുറച്ച് പാവങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ എത്രയോ പേർക്ക് ഒരുപാട് പാവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഹോട്ടലിലേക്ക് പൈസ അയച്ചു കൊടുക്കും, നിങ്ങൾ കാശ് കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ട്. ഞാൻ പറയാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ താമസിച്ച് പൊക്കോളും, ഞാൻ പൈസ കൊടുക്കും, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അയച്ചു കൊടുക്കും എത്രയോ പേർക്ക്. കാരണം അവർ ഭഗവാനെ കാണാൻ വന്നതാണ്, അവർ കണ്ടിട്ട് പോട്ടെ. നമ്മൾ ഈ എന്താ പറയുക, പൊതിഞ്ഞിരിക്കുന്ന വെയിലത്തുണ്ടാക്കുന്ന 10 രൂപയായിരിക്കും, എന്നാലും സാരമില്ല, അവർ കൊണ്ടുപോട്ടെ, അവർ താമസിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക. മെനയാന്ന് ഒരാളെ വിളിച്ചിട്ട് പറയണം, അങ്ങനെ കുറയരുത്, എനിക്ക് ഇവിടെ ഇത്ര രൂപയാണ്. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, അപ്പൊ സാറ് അവിടെ പോയി താമസിച്ചോളൂ, സാർ എന്തിനു മഞ്ചേരിസി വന്നു? അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞു, അല്ല സാറേ, സാർ അവിടെ താമസിക്കൂ സാറേ, സാർ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയും കുറെ ആളുകൾ. അപ്പൊ നമ്മൾ ഒരിക്കലും അഹങ്കാരഭാവത്തിൽ, ധിക്കാരഭാവത്തിൽ ആരോട് സംസാരിക്കരുത്, അത് നമ്മളെ നശിപ്പിച്ച് കളയും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഹങ്കാരത്തെ ജയിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്, അഹങ്കാരത്തെ ജയിക്കണം. അഹങ്കാരത്തെ ആരാണോ ജയിക്കുന്നത്, ആ ജയിക്കുന്ന വ്യക്തിക്ക് ഭഗവാനോട് അടുക്കാൻ പറ്റും. കുറേ നമ്മൾ നാമം ചൊല്ലിയിട്ടും കുറെ പൂജ ചെയ്തിട്ടും കാര്യമില്ല. ധിക്കാരോ അഹങ്കാരോ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം വേസ്റ്റ് ആണ്. സാക്ഷാൽ മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയുന്നു, അഹങ്കാരത്തെ ജയിക്കാൻ സാധിച്ചാലേ ജീവിതം മുന്നോട്ട് പോകും, അല്ല എങ്കിൽ ജീവിതം വേസ്റ്റ് ആണ്. അഹങ്കാരത്തിൽ നിന്നും സ്വയം നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും? നമ്മൾക്ക് സ്വയം അഹങ്കാരത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരെ നന്നാക്കും? നമുക്കൊപ്പം ഉള്ളവരെ എങ്ങനെ നന്നാക്കും? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ നന്നാക്കും? അഹങ്കാരഭാവത്തിൽ ഇന്ന് പല അച്ഛനമ്മമാരുടെ നേരെയും മക്കൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അവസാനം പോയി വലിയൊരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ നിൽക്കണ്ട, സ്വയം അനുഭവിക്കും, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം. നമ്മൾ ആരെക്കുറിച്ചും ഒന്നും പറയാൻ പോകണ്ട, നമ്മളെ ഭഗവാൻ നമ്മളായി അങ്ങനെ ജീവിച്ചു പോയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വഴി നമ്മൾ തിരഞ്ഞെടുക്കണ്ട. അത് നമുക്ക് തന്നെ നമ്മൾ കുഴിക്കുന്ന ഏറ്റവും വലിയ പടുകുഴിയായിരിക്കും, അതും മനസ്സിലാക്കണം. രാജാവിനെ അധർമ്മം ബാധിച്ചാൽ രാജ്യവും പ്രജകളും എല്ലാം നശിച്ചു പോകും, അല്ലേ? അതേപോലെ കുടുംബത്തിൽ നാഥനായിരിക്കുന്ന വ്യക്തി ആരോ ആ വ്യക്തിയെ അധർമ്മം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവും? ആ കുടുംബമേ നശിച്ചു പോകും, ഒരിക്കലും ആ കുടുംബം നന്നാവില്ല. ഇന്ന് പല കുടുംബങ്ങളും അനുഭവിക്കുന്ന എന്താ? പിതൃശാപം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കുറേ വർഷങ്ങൾക്ക് മുൻപേ പല ദുരിതങ്ങളിൽ പെട്ടുപോയി, അത് ഇന്ന് നിങ്ങൾ അനുഭവിക്കും. നമ്മുടെ കാരണവന്മാരെ ചെയ്തു കൂട്ടിയ ധിക്കാരത്തിന്റെ ഫലമാണ് നമ്മൾ പല വീടുകളിലും അനുഭവിക്കുന്ന ദുരിതങ്ങൾ. അങ്ങനെയും കുറെ പ്രശ്നങ്ങളുണ്ട്. 4 വർണ്ണങ്ങളെയും ധർമ്മനിഷ്ഠരാക്കുവാൻ രാജാവിന് കഴിയണം. 4 വർണ്ണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? ആ 4 വർണ്ണത്തിലുള്ള വ്യക്തികളെയും രാജാവ് ധർമ്മത്തിന്റെ വരച്ച വരയിൽ കൊണ്ടുവരണം എന്നാ പറയുന്നത്. ശൂദ്രനാണെങ്കിൽ അവൻ ദാസ്യഭാവത്തിൽ തന്നെ നിൽക്കണം. ശൂദ്രനാണ്, അവന് ദാസ്യഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ ആ ദാസ്യഭാവത്തിൽ അഹങ്കാരമില്ലാതെ നിൽക്കണം. ഇന്നത്തെ ജോലിക്കാരെങ്ങനെയാ? ജോലിക്കാരെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? കാല് പിടിക്കണം, എന്നാലേ ജോലിക്കാർ ആ സ്ഥാനത്ത് നിൽക്കും. ജോലിക്കാരെന്ത് പറയണോ അത് നമ്മൾ അനുസരിക്കേണ്ട ഗതികേടായി മാറിയിട്ടുണ്ട്. അതൊക്കെ വലിയ തെറ്റാണ്. ഭഗവാൻ അവരെ ശൂദ്രഭാവത്തിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശൂദ്രഭാവത്തിൽ അവർ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. അതിലൊരു തെറ്റും കാണാൻ പറ്റില്ല. നമ്മളൊക്കെ ചാനലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേലധികാരികൾ പറയും, നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് വിടത്തണം, അല്ലെങ്കിൽ നാളെ രാവിലെ 5 മണിയാകുമ്പോഴേക്ക് വിടത്തണം. സാർ, പോകുന്നതേ രാത്രി 12 മണിക്ക്, വീട്ടിൽ ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴേക്ക് 1:30-2 മണി. 5 മണിക്ക് എത്തണമെങ്കിൽ 4 മണിക്ക് എണീക്കണം സാർ. 2.5 മണിക്കൂറാണ് ഉറക്ക് കിട്ടുന്നത് സാർ. ഐ ഡോണ്ട് വോണ്ട് എനി എക്സ്പ്ലനേഷൻ ഫ്രം യുവർ സൈഡ്. ഇവിടെ 5 മണിക്ക് എത്തിയിരിക്കണം, അത് അവരുടെ ഓർഡറാണ്. അപ്പൊ നമ്മൾ അവരുടെ ദാസ്യഭാവമാണ്, മനസ്സിലായില്ലേ? ശരി സാർ, എത്തിയോളാം സാർ. പിന്നെ ഉറങ്ങുന്നത് വണ്ടിയിലിരുന്നാണ്. ആ സമയത്ത് ഫോൺ അടിക്കുമ്പോൾ ചില നേരം സൈലന്റിൽ ഇട്ടേക്കും, ഒന്ന് ഉറങ്ങണം. കാരണം നമ്മളും മനുഷ്യരാണ്, ഉറക്കം ഭക്ഷണം എല്ലാം നമുക്കും അനിവാര്യമാണ്, അല്ലേ? അപ്പോൾ ഒന്ന് ഉറങ്ങി തിരിച്ചു വന്ന് 4 മണിക്ക് എണീറ്റ് കണ്ണിൽ മണ്ണ് വാരിയിട്ട പോലെ ആയിരിക്കും, കണ്ണൊക്കെ തടയും, എന്നാലും നമ്മൾ പോവും. അപ്പോഴും കോൾസ് വരും. അപ്പൊ നമ്മൾ എത്ര വയ്യെങ്കിലും പറയൂ സാർ, എന്തായിരുന്നു സാർ, എന്തായിരുന്നു മാതാജി, ശരി മാതാജി, മനസ്സിലായി മാതാജി. ആ ദാസ്യഭാവം നമ്മൾ വിടരുത്. അങ്ങനെ പരസ്പരം ദാസ്യഭാവത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെന്താ പറയുന്നത്? വൈശ്യനിൽ കൃഷി എല്ലാം പാക്കറ്റ് ഫുഡ്സ് ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴിവാക്കിയിട്ട് ഒരു 5 സെന്റ് സ്ഥലത്തിൽ 3 സെന്റ് വീടാണെങ്കിൽ 2 സെന്റിൽ എന്തെങ്കിലും ഒരു തക്കാളി ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം.
ഇന്നത്തെ കാലഘട്ടമാണ് പറയുന്നത്. പണ്ടത്തെ കാലഘട്ടമാണെങ്കിൽ വൈശ്യന്റെ ജോലി തന്നെ ചെയ്തിരിക്കണം, എന്നാലേ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. ക്ഷത്രിയനിൽ നീതിപാലനം. ക്ഷത്രിയനായിട്ടാണ് ജനിച്ചതെങ്കിൽ അവൻ നീതി പാലിക്കണം. നീതിയില്ലാതെ ജീവിക്കരുത്. തെറ്റിന്റെ കൂടെ നിൽക്കാനും ശരിയെ കണ്ണടച്ച് മാറ്റാനും ഒന്നും പാടില്ല. നീതി എന്താണോ, ധർമ്മം എന്താണോ, അത് ക്ഷത്രിയന്റെ ചുമതലയാണ്. ബ്രാഹ്മണനിൽ സത്യവും എന്താ പറയുന്നത്, തപസ്സും നിലനിൽക്കണം. ഇന്നത്തെ ബ്രാഹ്മൺസിനെ നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്രാഹ്മൺസ് മാത്രമാണ് അവരുടെ കുലത്തെ അങ്ങോട്ട് മുറുകി പിടിക്കുന്നത്. അപ്പൊ നമ്മളെന്താ പറയാ, അവരവരുടെ കുലത്തെ മുറുകി പിടിക്കുന്നു. എന്തൊരു സ്വഭാവമാന്ന് പറയും. ഒരിക്കലല്ല, അവർ ചെയ്യുന്നത് ശരിയാണ്. ആ ബ്രാഹ്മണ്യം അവർ നിലനിർത്തുകയാണ്. അത് അവരുടെ കടമയാണ്. അത് നിലനിർത്തിയിട്ടില്ല എങ്കിൽ അത് വലിയ അധപ്പതനത്തിന് കാരണമാവും. യുഗാന്തരങ്ങളായിട്ട് അവരനുഭവിക്കേണ്ട ഒരു വലിയ ദുഃഖ ദുരിതമായി മാറും. അല്ലാതെ ബ്രാഹ്മണനായി ജനിച്ച് പൂണൂലും ഇട്ടിട്ട് വായ തോന്നാത്ത തെറിയും വിളിച്ച് കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എത്ര ജന്മങ്ങളുടെ പാപമാണെന്നറിയോ അവൻ വാങ്ങിക്കൂട്ടുന്നത്. ആലോചിച്ച് നോക്കണം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈശ്വരൻ അത് സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയഭക്തി ബഹുമാനത്തോടെ വേദ പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിലും എന്നും ഈശ്വരന്റെ മുമ്പിൽ തല കുനിച്ച് അത്രയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി മറ്റുള്ളവർക്കൊരു മാതൃകയായി ജീവിക്കണം. ഇന്നത്തെ ചില ബ്രാഹ്മൺസിന്റെ വായ തുറന്നു കഴിഞ്ഞാൽ കക്കൂസ് വായേക്കാൾ കഷ്ടം, അഞ്ചാതി തെറിയാ പറയാം. അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മൺസ് എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മൺസിനെ ഒരിക്കലും നമ്മൾ അടുത്തടുപ്പിക്കരുത്. അവര് ദുരിതപ്പെട്ട വ്യക്തികളാണ്. അവര് മലത്തിലെ പുഴുവായി ജനിക്കും. നമ്മുടെ എന്താ പറയാ, പട്ടിക്കാട്ടോ നായിക്കാട്ടോ ഒക്കെ ഉണ്ടല്ലോ റോട്ടി കിടക്കണം, അതിലെ പുഴുവായിട്ട് അവർ അടുത്ത ജന്മം ജനിക്കും, എന്നിട്ട് നരകിക്കും. അല്ലെ ഭഗവാൻ അവരെ വെറുതെ വിടില്ല. വേദം പറയാൻ കൊടുത്ത നാവും ഭഗവാനെ പ്രതിനിധീകരിച്ചു കൊണ്ടിട്ട പൂണൂലും, അത് രണ്ടിനെയും ബഹുമാനിക്കാതെ ജീവിക്കുന്ന ഏത് ബ്രാഹ്മണനാണ്, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് നോൺ വെജ് കഴിച്ചോ, തീർന്നവന്റെ കഥ. പിന്നെ അനുഭവിക്കാൻ പോകുന്നതൊക്കെ വേറെ കഥകളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റൂല. ഏത് രീതിയിൽ ഭഗവാൻ കോപിഷ്ണാവെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ എൻ്റെ മകൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം എൻ്റെ മകൻ അറിയാം, കൃത്യമായിട്ടറിയാം. സഞ്ജുവിന് എനിക്ക് എന്ത് ഇഷ്ടമാണ്, എനിക്ക് എന്ത് ഇഷ്ടമല്ല എന്ന് അവന് നന്നായിട്ടറിയാം. അവൻ അതിനനുസരിച്ച് എന്നോട് പെരുമാറുക. ഇന്ന സാധനം ഇന്നടുത്ത് നിന്ന് എടുത്താൽ മമ്മിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലേ അത് ഇഷ്ടപ്പെടില്ല, അവനത് കൃത്യമായിട്ടറിയാം. അതേസമയം അവന്റെ കൂട്ടുകാർ വന്നിട്ട് അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാ ഞാൻ അവരോട് ദേഷ്യപ്പെടില്ല. കാരണം ആ കുട്ടികൾക്ക് എന്നെ അറിഞ്ഞുകൂടാ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയില്ല. അപ്പൊ ആ മക്കൾ തെറ്റ് ചെയ്തു പോയാൽ ഞാൻ ആ മക്കളോട് ദേഷ്യപ്പെടും? ഒരിക്കലും. പോട്ടെ മോനെ, സാരല്ലേ, മക്കൾ വിട്ടേക്ക്. അതിനൊരു ഗ്ലാസ് പൊട്ടിയാലും ശരി, എന്തെങ്കിലും. എനിക്കൊരു കൂട്ടുകാരി എനിക്ക് ഭയങ്കരമായിട്ടൊരു ഗിഫ്റ്റ് തന്നിരുന്നു എൻ്റെ മാരേജിന്. ഒരു തളിക ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാ, നല്ല ഗ്ലാസിന്റെ ഒരു തളിക. വീട്ടിൽ വരുന്ന എല്ലാവരും ചോദിക്കും ഇതെവിടുന്നാ ഇതെവിടുന്നാ ഇതെവിടുന്ന. വളരെ റെയറാണത്. ആ തളിക എൻ്റെ ശ്വാസം പോലെ ഞാൻ കൊണ്ടുകിടന്നാണ്. അപ്പൊ എൻ്റെ മോന്റെ കൂട്ടുകാരനൊരുത്തൻ വന്നു വീട്ടില്, അഫ്സൽ എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞ് ഇത് എടുത്ത ഉടനെ ഇതങ്ങ് പൊട്ടിപ്പോയി, കയ്യിൽ നിന്ന് വീണു. അതങ്ങ് പേടിച്ച് ടെൻഷൻ, അതിലേറെ പേടിച്ച് സഞ്ജു. ഞാൻ പറഞ്ഞു, മക്കളെ അതിനെന്താ, അത് പൊട്ടിപ്പോയി, അതിന് മക്കളെന്തിനു ഇത്ര പേടിക്കണം, അത് പോട്ടെ, അത് സാരമില്ല, പൊട്ടേണ്ട സാധനം പൊട്ടി, നമുക്ക് കിട്ടുമെങ്കിൽ വേറെ മേടിക്കണോടാ, നീ എന്തിനു ടെൻഷൻ അടിക്കുന്നു? ഉടനെ എൻ്റെ മോൻ ചോദിക്കാം, ഓഹോ അതിപ്പോ ഞാനാണ് പൊട്ടിച്ചെങ്കിൽ മമ്മി എന്നെ വെറുതെ വിടാച്ച കലത്തിന്റെ അകത്തിട്ട് എന്നെ വേവിച്ചെടുക്കൂലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കത് അറിയാം, ആ കുട്ടിക്ക് അത് അറിഞ്ഞൂടാ. ഇത് തന്നെയാണ് ഭഗവാനും പെരുമാറുന്നത്. ബ്രാഹ്മണനായി ഭഗവാൻ നമുക്ക് ജന്മം നൽകിയിട്ട് ആ ബ്രാഹ്മണ കുലത്തിൽ ഇരുന്നു കൊണ്ട് കള്ളും കഞ്ചാവും തെറിയും പറഞ്ഞ് നടന്നാൽ ഭഗവാൻ വെറുതെ വിടൂല. ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ ബ്രഹ്മം അറിഞ്ഞവൻ, അവന് ഭഗവാനുമായി അടുത്ത ബന്ധമുണ്ട്. ബാക്കി 3 വർണ്ണങ്ങളെയും മാറ്റി നിർത്തിയാൽ, ശൂദ്രനെയും വൈശ്യനെയും ക്ഷത്രിയനെയും ഒക്കെ മാറ്റി നിർത്തിയാൽ ബ്രാഹ്മണൻ ഭഗവാനുമായി ബന്ധപ്പെട്ടവനാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ബ്രാഹ്മണൻ ജനിക്കുന്നത് ബ്രഹ്മദേവന്റെ എവിടെന്നാ പറഞ്ഞത്, മുഖത്ത് നിന്നാണ്. അപ്പൊ ആ ബ്രാഹ്മണൻ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ അവനെ വെറുതെ വിടില്ല, ഭഗവാന്റെ ശിക്ഷ അതിഭീകരമായിരിക്കും. എന്നാൽ ഭഗവാനെ അറിയാത്തൊരു വ്യക്തി തെറ്റ് ചെയ്താലോ ഭഗവാൻ അത് ക്ഷമിക്കും. കാരണം എന്താ, ഭഗവാനെ അവൻ അറിഞ്ഞൂടാ. അതേപോലെ നമ്മൾ ഈ 126 പേര് ഒരു തെറ്റ് ചെയ്താൽ കിട്ടുന്ന അടി നമുക്ക് താങ്ങാൻ പറ്റൂല, ഒരിക്കലും താങ്ങാൻ പറ്റൂല. കാരണം ഭഗവാന് നമ്മളെ അറിയാം, നമുക്ക് ഭഗവാനെ അറിയാം. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന ശിക്ഷ അതിഭീകരമായിരിക്കും. എന്നാൽ ഭഗവാനെ അറിയാത്തൊരു വ്യക്തിയോ, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. അങ്ങനെ അങ്ങ് ഭഗവാൻ വളർത്തും. കാരണം എന്താ, അവനും ഭഗവാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നേ. അതുകൊണ്ട് ദുഷ്ടനെ അങ്ങ് വളർത്തി വിടും. എന്നിട്ട് അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അവൻ അനുഭവിച്ച് 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 ഏതെങ്കിലും ജന്മത്തിൽ ഭഗവാനെ അറിഞ്ഞാൽ അവൻ സ്വയം തിരിച്ചു വരും.
അങ്ങനെയാണ് ഭഗവാൻ ഈ ലോകപരിപാലനം നടത്തിക്കൊണ്ടുവരുന്നത്. ക്ലിയർ? 4 വർണ്ണങ്ങളെയും 4 വേദങ്ങളെയും 4 ആശ്രമങ്ങളെയും രാജാവ് എന്ത് ചെയ്യണം? നിലനിർത്തിക്കൊണ്ടുവരണം. ഒരു വർണ്ണത്തെ മാത്രം നിലനിർത്തുക, ഒരു വർണ്ണത്തെ മാത്രം സപ്പോർട്ട്, അതൊന്നും പാടില്ല. 4 വർണ്ണങ്ങളെയും രാജാവ് ഒരുപോലെ നിലനിർത്തണം. അതായത് നമ്മുടെ കുടുംബത്തിലെ 5 മക്കളായാലും ശരി, 2 മക്കളായാലും ശരി, ആരായാലും ശരി, അവരെ നമ്മൾ ഒരേ കണ്ണിൽ കാണണം. ചില അമ്മമാർക്കുണ്ട്, അവരോട് ഭയങ്കര സ്നേഹം, ഇവരോടൊരു തഴയില്. ഇതൊന്നും പാടില്ല. ഈക്വൽ ആയിരിക്കണം. ഒരു വേർതിരിവും നമ്മൾ കാണിക്കരുത്. ഒരിക്കലും ദുർലഭരെ അപമാനിക്കരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വയ്യ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ പണമില്ലാത്തൊരു വ്യക്തി, ആരോഗ്യമില്ലാത്തൊരു വ്യക്തി, സഹായിക്കാൻ ആരുമില്ലാത്തൊരു വ്യക്തി, അവരെ നമ്മൾ അപമാനിക്കരുത്. എന്താ പറയാ, വന്ദിച്ചില്ലെങ്കിലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അപമാനിക്കുന്ന ഒരു വാക്ക് ഒരാളുടെ വായിൽ നിന്നും ഒരാൾക്ക് നേരെയും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പാപമാണ്. നമ്മൾ ആരെ അപമാനിക്കാൻ ആൾക്കാരല്ല, അല്ലേ? ഒരാളെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. ദുർബലർ എവിടെ ഉപദ്രവിക്കപ്പെടുന്നുവോ, അതായത് ദുർബലർ എവിടെയാണോ വേദനിക്കപ്പെടുന്നത്, എവിടെ ദുർബലന് രക്ഷ കിട്ടാതിരിക്കുന്നുവോ അവിടെ ദാരുണമായ ശിക്ഷ ദൈവം നൽകുന്നാണ് പറയുന്നത്. അതുകൊണ്ട് വയ്യാത്ത ദുർബലരായിരിക്കുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ പ്രായമായിരിക്കുന്ന വ്യക്തികളെ, ആരോഗ്യം ക്ഷയിച്ചവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അവരെ തെറി വിളിക്കുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഉപദ്രവിക്കുക, അതൊന്നും പാടില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാതിരിക്കുക. അത് ആരുമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. അവർ ജീവിച്ച് അവർ ഇത്രത്തോളായി, എന്തിനാണ് ഈ പാവങ്ങളെ തെറി വിളിക്കുന്നത്? നമ്മളും ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ കുറച്ച് കാഴ്ചശക്തി കുറയും, കുറച്ച് ഓർമ്മശക്തി കുറയും, കുറച്ച് കേൾവി ശക്തി കുറയും. ഇതൊരു എന്താ പറയുക, യന്ത്രമാണ് ഈ ശരീരം. നടക്കുന്നതിന് കുറച്ച് സ്പീഡ് കുറയും. എല്ലാം സ്വാഭാവികമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്നവരോടായാലും ആരോടായാലും പെരുമാറാൻ പഠിക്കുക. അല്ലാതെ അവര് വേണേ ചെയ്തോട്ടെ, അല്ലെ അവരങ്ങനെ ആയിക്കോട്ടെ, അവരിങ്ങനെ ആയിക്കോട്ടെ എന്നൊന്നും പറഞ്ഞാൽ അവരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. ദുർബലരെ എവിടെ വേദനിക്കപ്പെടുന്നുവോ അവിടെ ഭഗവാൻ തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രജകൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം രാജാവിന് അനുഭവിക്കേണ്ടി വരും. ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ പാരൻസ് അത് അനുഭവിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ അച്ഛനമ്മമാര് അത് അനുഭവിച്ച് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഇനി അവരൊരു തെറ്റ് ചെയ്താലോ തിരിച്ച് നമ്മളും അത് അനുഭവിക്കണം. തന്നെ ശരണം പ്രാപിക്കുന്നവരെ സ്വപുത്രന്മാരെ പോലെ രക്ഷിക്കണം. നമ്മളടുത്ത് ആരെങ്കിലും ഒന്ന് കൈ നീട്ടിയാൽ, മാതാജി, പലരും എന്നെ വിളിക്കും, മാതാജി എനിക്ക് അത്രയും സങ്കടമുണ്ട്. അപ്പം മാക്സിമം ഞാൻ സംസാരിക്കും. വല്ല വർക്കിലോ കാര്യങ്ങളിലോ തിരക്കിലോ ആണെങ്കിലേ, മാതാജി ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇന്ന സാഹചര്യത്തിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. ചിലപ്പോൾ വിട്ടുപോകും, സത്യമായിട്ട് വിട്ടുപോകാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ വിഷമിപ്പിക്കില്ല. കാരണം എന്താ, എന്തൊക്കെ പറഞ്ഞാലും വിഷമിപ്പിക്കില്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മളടുത്ത് അവരൊരു അഭയം പറഞ്ഞ് വരികയാണ്, അല്ലെ? സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴാണ് പലരും വിളിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ഞാൻ ഈ ഫോണും കൊണ്ട് ഈ പൊരി വെയിലത്ത് ടെറസിന്റെ മണ്ടയിലോട്ട് ഓടണം. അവിടെയാണെങ്കിൽ കാല് വെക്കാൻ പറ്റത്തില്ല, അത്രയും ഓപ്പണായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് മാത്രം പകൽ സമയം മാതാജി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറയും. ചില സമയത്ത് ആ സമയത്ത് എങ്ങോട്ടെങ്കിലും വേറെ എങ്ങോട്ടേ ഓടിപ്പോവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെ അഭയം പ്രാപിക്കുന്നവൻ ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ കൂടിയും അവൻ ആ വെള്ളം കൊടുക്കണം. അവനെ നമ്മൾ ഒഴിവാക്കരുത്. ദരിദ്രരുടെയും അനാഥരുടെയും വൃദ്ധന്മാരുടെയും കണ്ണുനീർ തുടയ്ക്കേണ്ടതും രാജധർമ്മമാണ്. ദരിദ്രരായി ജീവിക്കുന്ന ഒരാള്, വൃദ്ധരായിട്ട് ജീവിക്കുന്ന ഒരാള്, ആരോഗ്യമില്ലാതിരിക്കുന്ന ഒരാള്, അവരുടെ കണ്ണ് നിറയാൻ പാടില്ല. അവരുടെ കണ്ണ് നിറഞ്ഞോ ആ കുലമേ മുടിഞ്ഞു പോവും. അവരുടെ ഹൃദയം വേദനിച്ചോ ആ കുലം തന്നെ നശിച്ചു പോവും. ഒരു കാരണവശാലും അവരുടെ കുലം നിലനിൽക്കില്ല. അത് പരമ്പരകളായിട്ട് അനുഭവിച്ചു വരണം. അതുകൊണ്ട് പ്രായപ്പെട്ടവർ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ, അവരെത്രത്തോളം വിശപ്പില്ലാതിരിക്കാൻ പറ്റുമോ, അവരെത്രത്തോളം വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ, അവരിനി ഭൂമിയിൽ നിന്ന് പോകാൻ കുറച്ച് നാളുകൾ, ആ നാളുകളുള്ള അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. നല്ല ഓർമ്മകൾ കൊടുക്കണം അവർക്ക്. എൻ്റെ മകൾ എന്നെ നന്നായി നോക്കി, എൻ്റെ മകൻ നന്നായി നോക്കി, എനിക്ക് ഇന്ന കാര്യങ്ങൾ, ആ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളെ അവർ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് അതും ഇതൊക്കെ പറയും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഇങ്ങനെ അവരെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ 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 തിങ്ങി നിറഞ്ഞ് വിങ്ങി. ആ പാവങ്ങളെ നമ്മൾ എന്തിനു മെന്റൽ ടോർച്ചർ ചെയ്യണം?
അവർക്ക് കോടാനുകോടികളൊന്നും അവർക്ക് വേണ്ട, അവർക്കൊരു നല്ല വാക്ക് മതി അവരുടെ മനസ്സെന്നറിയാൻ. ഒരു നിമിഷമെങ്കിലും നമ്മുടെ വീട്ടിലെ വൃദ്ധരായവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പോലെ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്നിടത്ത് ഞാൻ ഒന്ന് പോയി രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഡോറ് തുറന്ന് നോക്കും. അവർ രണ്ടുപേരും സുഖമായോ. എനിക്ക് എപ്പോഴും അവരെ പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും, എല്ലാ സമയത്തും എൻ്റെ കണ്ണ് നിറയും. കാരണം അവരുണ്ടായിട്ടാണ് ഞാൻ ഉണ്ടായത്, ഞാൻ ഇത്രത്തോളം ആയത്, ഈ ശബ്ദം എനിക്ക് കിട്ടിയത്. അവര് വിളിച്ചാൽ ഞാൻ എപ്പോഴായാലും എടുക്കും, എത്ര തിരക്കിലായാലും ഞാൻ എടുക്കും. ഞാൻ മെല്ലെ ഡോറ് തുറന്നു നോക്കും. അപ്പൊ അച്ഛൻ ചിലപ്പം ചോദിക്കും എന്തേ. ഞാൻ പറയും നിങ്ങളങ്ങാണ്ട് കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങാണോ എന്ന് അറിയാൻ വന്നതാന്ന്. അപ്പം പറയും പോടി അവിടെ നിന്ന് പറയും. എന്നിട്ട് ഞാൻ ആ പുതപ്പൊക്കെ ഒന്ന് എടുത്ത് പുതച്ചു കൊടുക്കും. ചിലപ്പോൾ അവർ പുതച്ചായിരിക്കും കിടക്കുക, എന്നാലും ഒന്ന് പുതപ്പിച്ചു കൊടുക്കും. അതൊരു മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം. എന്നിട്ട് അമ്മ പറയും അവൾ ഇത് പണ്ട് മുതലെയുള്ള സ്വഭാവം, മനുഷ്യന്മാർ ഉറങ്ങുമ്പോൾ ഒന്ന് വന്ന് പാർത്ത് നോക്കില്ലേ. ഞാൻ പറ ഒന്നുമില്ല, നിങ്ങൾ വെറുതെ കിടന്നാൽ നമുക്കൊരു സമാധാനം. അവര് കിടക്കുന്നുണ്ട്, അപ്പൊ നമുക്കൊരാശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു, അതാ കട്ട് ചെയ്ത്. അപ്പോൾ നമുക്കത് എന്താ പറയുക, അവരത് കിടന്നുറങ്ങുന്നത് സമാധാനത്തിലാണെന്ന് കാണുമ്പോൾ ഒരു മനസ്സുഖമാണ്. എന്നിട്ട് ഞാൻ കിടക്കൽ ഹോളിലൊരു പായയിട്ട് അവിടെ ഒരു ബെഡ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കാറ്. ഇപ്പോഴും പുതിയ വീടുണ്ടാക്കിയിട്ട് എൻ്റെ സ്ഥാനം ഹോളിലാണ്. കാരണം എന്താ പറയുക, ഒരു കാവല്. ഇത്ര കാലവും അച്ഛനും അമ്മയും നമുക്ക് കാവല് കിടന്നു, ഇനിയുള്ള കാലം ഞാൻ അവർക്ക് കാവലിരിക്കട്ടെ. അങ്ങനെ നമ്മൾ കുടുംബ ബന്ധങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിലൊരു ആനന്ദമുണ്ട്. തളർന്നിരിക്കുന്ന പ്രായത്തിൽ തളർന്നു പോയ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ ഒരു കൈത്താങ്ങായി നമ്മൾ മാറുമ്പോൾ നമുക്ക് 1008 കഷ്ടപ്പാടുകൾ ഉണ്ടാവാം. പൈസ ഇല്ലാതിരിക്കാം, ടെൻഷൻ ഉണ്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും, പല ഞാനൊക്കെ ചിലപ്പം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. കയ്യിൽ 10 പൈസയില്ല, ഇതില്ല 1008 പ്രശ്നങ്ങൾ, ജോബിന്റെ ടെൻഷൻ. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുകയും വിളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴും നമ്മൾ അതൊന്നും അവരെ കാണിക്കരുത്. അവരുടെ മനസ്സമാധാനത്തിൽ അങ്ങനെ പോട്ടെ. ഇനിയുള്ള കാലം അവർ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. നമുക്ക് ജന്മം നൽകി, നമുക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, നമ്മളെ വളർത്തി പഠിപ്പിച്ച് നമുക്ക് വേണ്ടി നടന്ന കാലുകൾ ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ട്. അവർ മരിച്ചിട്ട് അവർക്ക് പോയി ബലിയിട്ടിട്ട് എന്ത് പ്രയോജനം. ജീവിച്ചിരിക്കുമ്പോൾ അവരെ കണ്ണ് നിറയാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആനന്ദം ഈ ഭൂമിയിലില്ല, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. അത് നമ്മുടെ പരമ്പരകൾ എങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. വയസ്സായവരൊക്കെ തഴഞ്ഞ് നമ്മൾ ജന്മം നൽകിയ മക്കളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ഓടുമ്പോൾ അത് അവർക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായപ്പെട്ടവർ സന്തോഷമായിരിക്കണം. അല്ലാതെ നമ്മൾ എത്ര തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓടിയിട്ടും കാര്യമില്ല, അവരിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയില്ല. കാരണം നീ എന്ത് ചെയ്തോ അത് തന്നെയാണ് നിനക്ക് നിന്റെ മക്കളിൽ നിന്ന് കിട്ടുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എത്ര സമയമില്ലെങ്കിലും ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അമ്മ എന്താ പറയണേ, അച്ഛനെന്തേ, അങ്ങനെ എന്താ കഴിച്ച, മരുന്നൊക്കെ ഉണ്ടാ, ഇല്ലേ, വേറെന്താ, അവര് വേറെന്തെങ്കിലും കഥകളൊക്കെ ആയിരിക്കും പറയാം, നീ ആരെപ്പറ്റിയും കുറ്റമായിരിക്കും പറയാം. ഒക്കെ കേട്ടങ്ങടി ഇരിക്കുക, എല്ലാം കേട്ട് അതൊക്കെ ശരിയാ, നിങ്ങൾ വിടത്, ഞാൻ അങ്ങനെ പറയും, അതൊക്കെ വിട്ടേക്ക്, എന്തിനാ അതിപ്പോൾ വെറുതെ, എന്ത് കാര്യം, നമുക്ക് അങ്ങനെ പിന്നെ എന്നും പറഞ്ഞ് ഒരു കാഷ്വൽ ടോക്ക്. അത് നമുക്കൊരു കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമൊന്നുമില്ല. ആ രീതിയിൽ അങ്ങനെ പോയിക്കോട്ടെ. എന്തെല്ലാം ചെയ്തു കൊടുത്താലും എൻ്റെ അമ്മ എന്നെ കുറ്റേ പറയും, എന്നും വഴക്കു അടിയ. എന്നാലും അതെൻ്റെ അമ്മയാണ്. അവരുടെ വയറ് നെടുകെ കീറിയാണ് ഞാൻ പുറത്തു വന്നത്. ഇന്ന് ഞാൻ പ്രസവിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളിക കുടിച്ച് വയറ് കീറിയതിൻ്റെ വേദന അറിയാതെ ഞാൻ പ്രസവിച്ച് എഴുന്നേറ്റ് പോയി. എൻ്റെ അമ്മ ആൻറ്റിബയോട്ടിക് ഗുളിക ഇല്ലാത്ത കാലത്താണ് എന്നെ പ്രസവിച്ചത്. ഇന്നും ആ സ്റ്റിച്ച് അടിവയറ്റിൽ പഴുക്കാറുണ്ട്. അത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറ്റണം. മനസ്സിലായില്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പോയ വലിയൊരു തത്വമാണത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ പ്രസവിക്കാൻ കിടന്നപ്പോൾ എനിക്ക് ഗ്ലൂക്കോസിന്റെ ട്രിപ്പിൻ്റെ അകത്ത് ആൻറ്റിബയോട്ടിക് തന്നു, വേദന അറിയാതിരിക്കാൻ. എൻ്റെ അമ്മ പ്രസവിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ ആൻറ്റിബയോട്ടിക് ഇല്ലാത്ത കാലത്ത് തന്നെ പ്രസവിച്ചത്. എത്ര നീറ്റലും പുകച്ചിലും സഹിച്ചു കാണും. ഒന്ന് മൂത്രം ഒഴിക്കാൻ, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ ആ അടിവയറും താങ്ങിപ്പിടിച്ച് എന്തോരം നൊന്തിട്ടുണ്ടാവും. അത് കണ്ടു നിന്ന് എൻ്റെ അച്ഛൻ്റെ വേദന എന്തായിരിക്കും? കാരണം അവർക്കുള്ളിലൊരു പ്രണയമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ജനിച്ചത്. അപ്പൊ ആ പ്രണയത്തിന്റെ തീവ്രതയിൽ നിശബ്ദമായി അവർ നിന്നൊരു കാലം. ഇന്ന് ഹോസ്പിറ്റലിൽ പോയ ലിഫ്റ്റിൽ 3-ാം നിലയിലെത്താം. ഹോസ്പിറ്റലുകളിൽ ലിഫ്റ്റ് ഇല്ലാത്തൊരു കാലത്ത് നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ ജനിപ്പിച്ചു അല്ലേ? അപ്പൊ ആ കാലത്തെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ ശിരസ് അവരെ മുമ്പിൽ പൊങ്ങില്ല, ഒരു കാലത്തും പൊങ്ങില്ല. അവരെന്തും പറഞ്ഞോട്ടെ, അവരേതും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, പൊങ്ങില്ല നമ്മുടെ ശിരസും നാവും. എവിടെ അവർക്ക് നേരെ നമ്മുടെ ശിരസും നാവും പൊങ്ങുന്നുവോ
എഴുതി വെച്ചോ, അവസാനം അടുത്തു എന്ന്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ചങ്ക് എത്ര പിടയ്ക്കും. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓടുന്നത്. അപ്പം നമ്മുടെ അമ്മമാരും അച്ഛന്മാരും വേദനിക്കുമ്പോൾ ആ കുട്ടികൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ചുരുക്കത്തിൽ തൻ്റെ രാജ്യത്തുള്ളവരുടെ എല്ലാം യോഗം ക്ഷേമം എപ്പോഴും രാജാവ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. രാജാവ് അന്വേഷിക്കുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിലെ യോഗവും ക്ഷേമവും നമ്മൾ അന്വേഷിക്കണം. കാരണം നമുക്കിപ്പോൾ രാജാവൊന്നുമില്ല, അല്ലേ? അന്വേഷിക്കണം. സ്വയം ധർമ്മമാർഗത്തിൽ ചരിക്കുകയും പ്രജകളെ ധർമ്മമാർഗത്തിൽ ചരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന രാജാവിനെ ഇഹത്തിലും പരത്തിലും ദേവർഷികളും പിതൃക്കളും അനുഗ്രഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമെന്നുള്ള ഉദത്യന്റെ ഉപദേശങ്ങൾ കേട്ട് മാന്ധാതാവ് ഏകഛത്രാധിപതിയായി ഈ ഭൂമണ്ഡലം അടക്കി വാണു. രാജ്യം ഭരിച്ചു എന്നല്ല പറയണത്, ഭൂമണ്ഡലമാണ് അടക്കി വാണിരിക്കുന്നത്. അപ്പോൾ സ്വയം നമ്മൾ എന്ത് ചെയ്യണം? അവരെല്ലാം പരിപാലിച്ച് ധർമ്മം നിലനിർത്തി നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യാം. ചിലപ്പോൾ സഹിക്കാനാവാത്ത വാക്കുകളെല്ലാം നമ്മുടെ അച്ഛനമ്മമാരെ വായന്ന് നമുക്ക് നേരെ വരും. എന്തിനീ ഭൂമിയിൽ ഞാൻ ജനിച്ചു എന്ന് പോലും സ്വയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള അറക്കുന്ന വെറുക്കുന്ന വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് വന്നിരിക്കാം. പക്ഷേ നമ്മളെ വളർത്താൻ അവരനുഭവിച്ച ത്യാഗത്തോളം വരില്ല ആ വാക്കുകൾ. അത്രയും മനസ്സിലായില്ലേ? നമ്മളെ വളർത്താൻ അവരനുഭവിച്ച ത്യാഗത്തോളം വരില്ല നമ്മൾ അവരെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ. ഇങ്ങനെ മനസ്സിനെ ശാന്തമാക്കുക. കാരണം എന്താ? പെറ്റ തള്ളയ്ക്ക് പേറ്റുനോവ് അറിയും, പ്രസവിക്കാത്ത തള്ളയ്ക്ക് പേറ്റുനോവ് അറിയില്ല. പെറ്റ തള്ളയ്ക്ക് അറിയൂ മുലയിൽ എത്ര പാല് തിങ്ങി നിറഞ്ഞിട്ടുള്ള വേദന എന്താണ്. നമ്മൾ മനസ്സിലാക്കണം. അമ്മ ആ വേദനയിൽ കിടന്നുറങ്ങുമ്പോഴും ഉറങ്ങാതിരുന്ന ഒരു അച്ഛൻ നമുക്ക് കാവലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് മുന്നേറാമെന്ന് നമ്മൾ സ്വപ്നം കാണണ്ട. നമ്മളെ ജീവിതത്തിൽ നമുക്ക് പണം വരുന്നുണ്ടോ, പേര് വരുന്നുണ്ടോ, പ്രശസ്തി വരുന്നുണ്ടോ, വീട് വരുന്നുണ്ടോ, സമ്പത്ത് വരുന്നുണ്ടോ, എല്ലാം അവരുടെ അനുഗ്രഹമാണ്. ഈ ഭൂമിയിലുള്ള സകലമാന കോടാനുകോടി ഈശ്വരന്റെ മുന്നിൽ പോയി കൈനീട്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും പൂജ ചെയ്തിട്ടും യജ്ഞം ചെയ്തിട്ടും കാര്യമില്ല. കുടുംബത്തിലുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എല്ലാം നശിച്ചു. കുടുംബത്തെ അനുഗ്രഹം നൽകുന്ന അച്ഛനെയും അമ്മയുടെയും ആ ഒരു മനസ്സ് തണുത്തല്ല ഇരിക്കുന്നത് എങ്കിൽ ജീവിതം വേസ്റ്റാ. എത്ര യജ്ഞം ചെയ്തിട്ടും കാര്യമില്ല. ഒരു കിച്ചൂട്ടന്റെ മുന്നിൽ കൈകൂപ്പിയിട്ടും കാര്യമില്ല. ഒരർത്ഥവുമില്ല. അവരെ അങ്ങോട്ടേക്ക് നമ്മൾ അങ്ങോട്ട് എത്രത്തോളം സമാധാനിപ്പിച്ച് നമ്മൾ കൊണ്ട് നടക്കുന്നോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വരും. മനസ്സിലായില്ലേ? യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, വാമദേവന്റെ ഉപദേശമാണ് പിന്നീട് ചോദിക്കുന്നത്. ധർമാനുഷ്ഠാനത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജാവ്, അതായത് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാജാവ് എങ്ങനെ ജീവിക്കണമെന്ന്. നമ്മളൊക്കെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ? ആ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഇത് വാമദേവനോടാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ഭീഷ്മ പിതാമഹൻ ഇതിനുള്ള ഉത്തരം പറയാണ്. എങ്ങനെയാണെന്നറിയോ? വാമദേവൻ വസുമനസ് എന്ന രാജാവിനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആ ഉപദേശം ധർമ്മപുത്രന് പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? നമ്മുടെ ഭീഷ്മ പിതാമഹൻ. ഒരിക്കൽ വസുമനസ് വാമദേവർഷിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ജീവിച്ചാലാണ് ധർമ്മം നഷ്ടപ്പെടാതിരിക്കുക? അപ്പൊ നമ്മളെ ജീവിതത്തിലും ധർമ്മം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണം. അതിന് വാമദേവ മഹർഷി രാജാവിനോട് പറയാണ്, രാജാവെ ധർമ്മത്തെ തന്നെ പിന്തുടർന്നോളൂ. ധർമ്മം എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ആ ധർമ്മത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകൂ. അതിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ജീവിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും. ചിലപ്പം ഇത്രയും കാലം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയില്ലല്ലോ ഈശ്വര, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഈശ്വരൻ അത് കാണുന്നുണ്ട്. കർമ്മഫലങ്ങളൊന്ന് തീർന്നോട്ടെ. കർമ്മഫലം തീരാതെ പറ്റൂല. ഇപ്പം ഒരു കുപ്പിയിൽ എണ്ണ ഒഴിച്ചു വെച്ചാൽ ആ കുപ്പി എത്ര പഴകിയാലും ശരി, ആ കുപ്പിയിൽ എണ്ണ തീരാതപ്പോൾ ആ കുപ്പി കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ പുതിയൊരു എണ്ണ വാങ്ങി ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. ആ എണ്ണ തീരട്ടെ, അതുവരെ കാത്തിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. ആവശ്യം വരുമ്പോഴേ എണ്ണ എടുക്കാൻ പറ്റൂ. എണ്ണ പെട്ടെന്ന് തീർക്കണം കരുതി ഉപയോഗിച്ച് തീർക്കാൻ പറ്റൂലല്ലോ. അതേപോലെ ഈ ജന്മമാകുന്ന കുപ്പിയിൽ നിന്ന് കർമ്മഫലങ്ങളാകുന്ന എണ്ണ തീരട്ടെ. അപ്പോൾ നമുക്ക് ആ കുപ്പി മാറ്റാം, അല്ലെങ്കിൽ ആ കുപ്പി ക്ലീൻ ചെയ്ത് നമുക്ക് പുതിയ എണ്ണ ഒഴിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ജീവിതത്തെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ. ഈ കർമ്മഫലങ്ങൾ തീരുന്നൊരു ദിവസം വരും. അപ്പൊ നമ്മൾ പറയും അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടാവുന്നത്. അത് വെറും വർത്താനമാണ്. കാരണം നമ്മുടെ മരണം നമ്മുടെ കയ്യിലല്ലല്ലോ. ഇനി ആത്മഹത്യ ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത് ഞാൻ വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കർമ്മഫലങ്ങൾ തീരേണ്ട സമയം ഭഗവാൻ അറിയാം. അദ്ദേഹവും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട്. നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഒരു കുഞ്ഞ് കിടന്ന് വേദനിച്ച് കരയുമ്പോൾ ഒരു അമ്മയുടെ ഹൃദയം എങ്ങനെ പിടയ്ക്കുന്നു, അതിൻ്റെ കോടാനുകോടി മടങ്ങ് നമ്മുടെ കൃഷ്ണന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറയണം, അനുഭവിച്ച് തീർക്ക്. ഇത് കഴിയുമ്പോൾ സുഖശീതളമായിരിക്കുന്ന ഒരു കാറ്റായി ഭഗവാൻ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ പറയും, കൃഷ്ണ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു, ഇന്ന് അവിടെ നിന്ന് എന്നെ സമാധാനത്തിൽ എത്തിച്ചു അല്ലേ. അപ്പൊ കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കോട്ടെ, അതങ്ങനെ മാറി തീരും. എന്നിട്ട് എന്താ പറയണത്? ധർമ്മം കൊണ്ടും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ നേടുവാൻ എങ്ങനെ സാധിക്കും? ധർമ്മം കൊണ്ട് നമുക്ക് എങ്ങനെ എന്താ പറയുന്നത്, അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ എങ്ങനെയാ നമുക്ക് ലഭിക്കാം? ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജാക്കന്മാര് മാത്രമേ ഈ ലോകത്തെ ജയിച്ചിട്ടുള്ളൂ. അധർമ്മത്തിലൂടെ പോകുന്ന ഒരാളും ജയിച്ചിട്ടില്ല. നമ്മുടെ കണ്ണിൽ അവർ ഭൗതികമായി ഉയർന്നിരിക്കുന്നത് കാണാം, പക്ഷെ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഉയർച്ചയാണ്. അതിന്റെ പരിണിത ഫലം നമുക്ക് കാണാൻ പറ്റൂല. കാരണം നമ്മുടെ കണ്ണുകൾ, ഇന്ദ്രിയങ്ങൾ പരിമിതമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതേസമയം പരിമിതമല്ലാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ, അതായത് ഹൃദയം കൊണ്ട് കാണുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭൗതിക ലോകത്തെ ജയിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആത്മീയ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭൗതിക ലോകത്തെ ധർമ്മം കൊണ്ട് ജയിക്കണം. ഭൗതികത കൊണ്ട് ജയിച്ചിട്ട് പ്രയോജനമില്ല. ധർമ്മശീലനായ രാജാവിന് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രജകൾ അദ്ദേഹത്തിന്റെ ദുഃഖം നീക്കാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ഇത്രയും വയ്യല്ലേ ഇങ്ങനെ. അപ്പൊ പലരും എന്നെ വിളിക്കും, മാതാജി ഒരു കുഴപ്പവും ഇല്ല, മാതാജി റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ മാതാജി ഇത് ചെയ്യും. അതൊരു ധർമ്മമാണ്. ഇപ്പൊ ചിലവർ എനിക്ക് മെസ്സേജ് ഇടും, മാതാജി എനിക്ക് ജോലി തിരക്കായിരുന്നു, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അല്ലെ ഞാൻ ഇന്ന സാധനം വാങ്ങി മാതാജി, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അവിടെ അയക്കാൻ മറന്നുപോയി, അല്ലെ വിട്ടുപോയി, കുറച്ച് കഴിയണം മാതാജി. അപ്പൊ അവിടെ ഞാൻ ധർമ്മിഷ്ഠയാവണം. സാരല്ല പോട്ടെ, ഉണ്ടാവുമ്പോ ചെയ്യും, ഒരു ധൃതിയില്ല. അല്ലാതെ പറ്റൂല, നിങ്ങൾ ഇന്ന് വാങ്ങിയില്ല, എനിക്ക് നാളെ തന്നെ ഇട്ട് തരണം, അല്ലെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ അധർമ്മമാണ്. എല്ലാ സാഹചര്യങ്ങളും എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കി മുന്നേറാൻ ശ്രമിക്കുക. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ധർമ്മം എന്ന് പറഞ്ഞു നടന്നിട്ട് ധർമ്മം എന്താണെന്ന് അറിയാതെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അധർമ്മിഷ്ഠനായ രാജാവ് സ്വേച്ഛാചാരം തുടങ്ങുകയാണെങ്കിൽ ധർമാർത്ഥ കാമങ്ങൾ അവനെ വിട്ടുപോകുന്നതോടുകൂടി ജനങ്ങളും ശത്രുക്കളായി തീരും അല്ലെ. ഒരു ധർമ്മം വിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ പ്രജകളെല്ലാം ആ രാജാവിന് ശത്രുക്കളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ധർമ്മം വിട്ട് മുന്നോട്ട് പോകരുത്. അയാൾക്ക് അധിക നാൾ നിലനിൽക്കാൻ സാധിക്കില്ല. ഗുരുവിന്റെ ഉപദേശങ്ങളെ അനുസരിക്കുന്നവനും സ്വാർത്ഥത്തിനു വേണ്ടി അർത്ഥം ഗ്രഹിക്കാത്തവനും ധർമ്മത്തിൽ സ്ഥിരതയുള്ളാത്തവനുമായി രാജാവ് ഏറെക്കാലം സുഖമായി രാജ്യം ഭരിക്കും. ഗുരുവിന്റെ ഉപദേശങ്ങളെ അനുസരിക്കില്ല എങ്കിൽ ജീവിതം പോയി. അനുസരിച്ചാലോ, ഒരു ഗുരു എന്താണോ പറഞ്ഞു തരുന്നത് ആ ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് സ്ഥിരതയുള്ള ഒരു ധാർമ്മികമായ ജീവിതം ഭഗവാൻ തരും. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. സാഹസികരായിരിക്കുന്ന ഒരുപാട് ദുർജനങ്ങളുണ്ട്. രാജാവ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് കരുതി നമ്മൾ വിടരുത്. നമ്മൾ പറഞ്ഞു നോക്കണം, അങ്ങനെ നടക്കരുത്, ഇങ്ങനെ തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അത് നാശത്തിലേക്ക് വഴിതെളിക്കും. വലിയ അഹങ്കാരഭാവത്തിൽ ജീവിക്കുന്നത് നാശത്തിലേക്ക് വഴിതെളിക്കും. ശക്തനായ രാജാവോ പ്രസന്നവദനായി ആപത്തിൽ കരുണയോടെ ജനങ്ങളോട് പെരുമാറണം. ഒരു ആപത്ത് വന്നു, പ്രസന്നവദനായി മുഖം ചുളിയാതെ സമാധാനത്തോടെ ജനങ്ങളോട് പെരുമാറാൻ പഠിക്കണം. അപ്രിയം ചെയ്യുന്നവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇഷ്ടക്കേട് പലരും നമ്മളോട് കാണിക്കും. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇഷ്ടക്കേട് കാണിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറി നിൽക്കാന്നല്ലാതെ അവരോട് ഒരു അടുപ്പവും ഞാൻ കാണിക്കില്ല. എന്നാൽ അവർക്കൊരു ആപത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും. കാരണം എന്താ? അത് നമ്മുടെ സംസ്കാരം, അത് നമ്മുടെ കൃഷ്ണാവബോധം അല്ലേ. അത് നമ്മുടെ കൃഷ്ണാവബോധം. അവർക്കൊരു ആപത്താണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാൽ അവരോട് നമ്മൾ യാതൊരുവിധ സഹവാസത്തിനും പോവില്ല. കാരണം ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല. ഈശ്വരനെ അറിയാത്തത് കൊണ്ടല്ലേ അവരങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പൊ ഈശ്വരനെ അറിയാത്തവരോട് നമ്മൾ എന്തിനു കൂട്ടുകൂടാൻ പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരു ജീവാത്മാവ് എന്ന നിലയ്ക്ക് അവർക്കൊരു പ്രയാസം വന്നാൽ അവന് അന്നവും ഭക്ഷണവും വസ്ത്രവും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നീ എന്നോട് പണ്ട് ഇങ്ങനെ ചെയ്തവളല്ലേടി, അതുകൊണ്ട് നിന്നെ സഹായിക്കില്ലടി എന്നൊന്നും പറയരുത്. അത് നമ്മൾ അധർമ്മികളായിപ്പോവും. മനസ്സിലായില്ലേ?
നമ്മളോട് എത്ര വേദന നൽകിയ ഒരു വ്യക്തി ആയിക്കോട്ടെ, അവർ അന്നവസ്ത്രാദികൾക്ക് മരുന്നിനൊക്കെ മുട്ടാണോ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാം. അവരെന്ത് ചെയ്തു എന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ. അത് ഈശ്വരൻ കൊടുക്കേണ്ടത് കൊടുത്തോളൂ, നമ്മളത് ചോദ്യം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ക്ലിയർ? അങ്ങനെ അധർമ്മിഷ്ഠരെയും ധർമ്മിഷ്ഠരാക്കി തീർക്കാൻ സാധിക്കും നമുക്ക്. അധർമ്മം ചെയ്യുന്ന പ്രവൃത്തി ആൾക്കാരെയും നമുക്ക് ധർമ്മത്തോടെ കൊണ്ടുവരാൻ. ചിലവരോട് നമ്മൾ ആ ധർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അവർ വീണ്ടും ശങ്കരൻ എഗൈൻ തെങ്ങുമ്പൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോവുക. പ്രിയം ലഭിക്കുമ്പോൾ ഏറ്റവും ഹർഷിക്കുകയോ അപ്രിയം ലഭിക്കുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യരുത്. സ്നേഹം കാണുന്ന സമയത്ത് എടുത്ത് തലയിൽ വെക്കുകയും സ്നേഹം കാണിക്കാത്തപ്പോൾ എടുത്ത് ചവറ്റുകൊട്ടയിലിടും ചെയ്യരുത്. കാരണം എന്താ? നമ്മളെന്നും മനസ്സിലാക്കണം, നമ്മളോട് അമിതമായ ആരാണോ സ്നേഹം കാണിക്കുന്നത് അത് നമുക്കുള്ള ഏറ്റവും വലിയ വടിവാളാണെന്ന്. അതങ്ങനെയാണ്. അത് ഈ 2024 കലിയുഗാകുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ ചില വ്യക്തിബന്ധങ്ങളിലോ ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നൽകുന്നൊരു വരദാനമാണ്. ഈശ്വരനെ അറിഞ്ഞവൻ നമ്മളോട് സ്നേഹം കാണിക്കുമ്പോൾ അതൊരു വലിയ വരദാനമാണ്. കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, എന്നാൽ കൃഷ്ണാവബോധത്തിൽ ജീവിക്കാത്ത ചില വ്യക്തികളുണ്ട് നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നവർ. അവർ നമ്മളോട് അങ്ങോട്ട് കാണുമ്പോഴേക്കും ചക്കരേ പാലേ മുത്തേ തേനേന്നും പറഞ്ഞു വരും. അവർക്കൊരു കാര്യവും നടക്കാനില്ല, അവർ സൈലന്റ് ആയിരിക്കും. എന്തേലും നടക്കാനുണ്ടെങ്കിൽ അയ്യോ നിന്നെ കാണാതെ ഞാൻ വിഷമിച്ചു, നീ എവിടെയായിരുന്നു, എന്തായിരുന്നു, ഏതായിരുന്നു ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ അതുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരോടും പ്രിയ വാക്കുകൾ മാത്രം പറയണം. നമ്മൾ ആരുടെ മനസ്സും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയരുത്. നമുക്ക് ഇഷ്ടമല്ലാത്തവരോട് പോലും നമ്മളൊന്ന് പുഞ്ചിരിക്കുക. അവരോട് എന്താ ഇപ്പോൾ ഒരു പുഞ്ചിരിക്കും നമ്മൾ വല്ല കോടിക്കണക്കിന് രൂപ അവർ തിരിച്ച് ചിരിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിരിക്കുക, അത് നമ്മുടെ ധർമ്മമാണ്. നമ്മളാണ് ധർമ്മിഷ്ഠരാവേണ്ടത്. അവർ ധർമ്മിഷ്ഠരാവണോ വേണ്ടെന്നുള്ളത് അവരുടെ രീതിയാണ്. ശത്രുക്കൾ ദൂരെയാണല്ലോ എന്ന് വിചാരിച്ച് അലംഭാവം കാണിക്കരുത്. ശത്രുക്കൾ ദൂരെയൊന്നല്ല, ശത്രുക്കൾ തൊട്ടടുത്ത് തന്നെയാണ്. എപ്പോഴും അതും മനസ്സിലാക്കണം. എപ്പോഴും അവരുടെ ആക്രമണത്തെ പറ്റി ജാഗ്രതയോടെ ഇരിക്കണം. നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളെ ചതിക്കുന്നത്. നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികൾ നമ്മളെ ചതിക്കില്ല. എൻ്റെ അനുഭവം കൂടിയാണത്. അപ്പൊ അതും നമ്മൾ മനസ്സിൽ വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നത്? നിഗൃഹീതാദാമാത്യാച സ്ത്രീ ബൈച്ചവാ വിശേഷത പർവ്വതാ ദിശമാത് ദുർഗാന്തസ്തിനോ ശാശ്വരീ സുപ്രാത് ഏതഭ്യോ നിത്യയുക്താസൻ രക്ഷോ ധാനാത്മനവേധു എന്നാണ് പറയുന്നത്. തരം താഴ്ത്തപ്പെട്ട മന്ത്രി, വിശേഷിച്ചും സ്ത്രീകൾ, പർവ്വതം, വിഷമമായിരിക്കുന്ന ദുർഗം, ആന, കുതിര, സർപ്പം, ഇതിനോടെല്ലാം വളരെ കരുതലോട് വേണം അടുക്കാൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ. തരം താഴ്ത്തപ്പെട്ട മന്ത്രി, അതായത് മന്ത്രിസ്ഥാനത്തിരുന്നിട്ട് ഒന്നും അല്ലാതായി പോയൊരു വ്യക്തി. എപ്പോഴും മന്ത്രിയുടെ ആഗ്രഹം എന്തായിരിക്കുന്നത്? അതിൻ്റെ മുകളിൽ കയറി രാജാവിൻ്റെ സ്ഥാനത്തിരിക്കണം. അപ്പൊ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും ആ വ്യക്തിക്ക്. അപ്പൊ ആ വ്യക്തി തരം താഴ്ത്തപ്പെട്ടു പോയാൽ, അതായത് ആരുടെയെങ്കിലുമൊക്കെ അസിസ്റ്റന്റായി നടന്നിട്ട് ആ അസിസ്റ്റന്റിനെ ഒഴിവാക്കി കളഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ, വിശേഷിച്ചും സ്ത്രീകൾ എന്ന് പറയുന്നു. ഞാനൊരു സ്ത്രീയാണ്, എന്നിട്ടും എല്ലാവരും ചോദിക്കും എന്താ മാതാജി നമ്മുടെ കുലത്തെ ഇങ്ങനെ അധപ്പതിച്ച് സംസാരിക്കുന്നത്? എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല, ചില സ്ത്രീകൾ. അത് വിഷം തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പണ്ട് ഒരു ചൊല്ലുണ്ട്, അതെനിക്കിവിടെ പറയാൻ കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും പബ്ലിക്കായിട്ട് അറിയുന്നോണ്ട് പറയാം. 4 മല ചേരും, എന്നാൽ 4 ഡാഷ് ചേരില്ല. മനസ്സിലായില്ലേ? ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. അങ്ങനെയും ഉണ്ട്. പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ പറയുന്നൊരു വാക്കാത്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. പക്ഷെ ഇതിനെല്ലാം മറികടക്കാൻ കൃഷ്ണാവബോധത്തിന് സാധിക്കും. കൃഷ്ണാവബോധം ഉള്ളിൽ കയറിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമാൻ കൊയറ്റാണ്. ആരെന്ത് ചെയ്താലും അവർക്കതൊരു വിഷയമേ അല്ല. ഇതിലേ കേട്ട് ഇതിലേ വിട്ടുകളെ. എന്തിനാത്? വഴക്കിനും വക്കാണത്തിനും പ്രതികാരത്തിനും പോയിട്ട് എന്ത് കാര്യം? ചില സ്ത്രീകളുണ്ട്, ഒരു ജോലിയില്ലാണ്ട് കുത്തിയിരുന്ന് എല്ലാരെയും വിളിക്കും. എല്ലാരെയും വിളിച്ചിട്ട് അങ്ങ് എന്താ പറയാ, സ്നേഹം അങ്ങ് ഭാരതപ്പുഴ പോലെ ഒഴുക്കി വിടും. എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പുറത്തും പറയും, അപ്പുറത്തുനിന്ന് കിട്ടുന്നത് ഇവിടെയും പറയും, ഇവിടെ നിന്ന് കിട്ടുന്നത് ഇപ്പുറത്തും പറയും. അങ്ങനെയും സ്ത്രീകളുണ്ട്. വ്യക്തിപരമായി എനിക്കറിയുന്ന വ്യക്തികൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഫോൺ വിളിക്കലാണ് ജോലി. അത് എത്ര ദൂരത്തായാലും എത്ര അടുത്തായാലും കുത്തിയിരുന്ന് എല്ലാരെയും വിളിക്കും. എന്നിട്ടോ എന്താ വിശേഷം, ഏതാ വിശേഷം, അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചേത്, എന്നിട്ട് ഇവിടെ നിന്നെല്ലാം എടുക്കും. എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അയ്യോ എന്നോട് അവരങ്ങനെ പറഞ്ഞു, എന്നോട് അവർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇവരെന്താ വിചാരിക്കണേന്നറിയോ? അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും ഇവരങ്ങട്
എന്താ പറയുക, ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ അടുത്താണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവരുടെ കള്ളത്തോട് ഒരു ദിവസം പൊളിയും. അതവർ ചിന്തിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഈ പറയുന്ന വിടുവായ്ത്തരം മുഴുവൻ വേറെ മറ്റുള്ളവരുടെ കാതിൽ കൃത്യമായിട്ട് എത്തുമെന്നുള്ളത്. എന്നിട്ട് അവർ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലും ഇരിക്കും. ഇതൊക്കെ ഈശ്വരൻ കാണുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ സ്ത്രീകൾ. നമ്മളെ കാണുമ്പോഴേക്കും അങ്ങ് എടുത്ത് തലയുടെ നേരെ മുകളിൽ ഉച്ചിയിൽ അങ്ങ് ഇരുത്തും. എന്നിട്ടോ അങ്ങോട്ടേക്ക് തിരിച്ചു നിന്നിട്ടോ പിന്നെ പറയുന്ന മുഴുവൻ വേറെ ആയിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്, മനസ്സിലായില്ലേ? ഈ അടുത്ത ദിവസം തന്നെ എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് കരുതലോടെ ഇരിക്കണം. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ പർവ്വതം, വിഷമയമായ ദുർഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. ആന, കുതിര, സർപ്പം, ഇതിനോടെല്ലാം നമ്മൾ വളരെ കരുതലോടുകൂടി പെരുമാറണം. ഗുരുവായൂർ അമ്പലത്തിൽ പോലും ആന അടഞ്ഞതാണ്. അപ്പം അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ. മാത്രമല്ല സർപ്പം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തായാലും ഉപദ്രവിക്കും. കുതിര അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുതിരയെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ച് എന്താ പറയുക, ഒരു ശ്രദ്ധയോടെ, ഒരു കൈയകലം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അല്ലെങ്കിൽ ആത്മാവ് അപകടത്തിൽ പെട്ടുപോകുന്ന പറയുന്നത്. ഗുണവാന്മാരായിരിക്കുന്ന പ്രിയജനങ്ങളെ സ്നേഹം കൊണ്ട് പാട്ടിലാക്കിയിട്ട് നിർത്തണം. നല്ല ആൾക്കാരെ, നമ്മളെപ്പോഴും സ്നേഹം കൊണ്ടേ ആൾക്കാരെ നമ്മുടെ ബന്ധുക്കളാക്കി മാറ്റാൻ പറ്റും. സ്നേഹം കൊണ്ടല്ലാതെ വെറുത്തുകൊണ്ട് നമുക്ക് ആരെയും നന്നാക്കാൻ കഴിയില്ല. സ്നേഹത്തോടെ നമ്മൾ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഇവിടെ എനിക്ക് ബിന്ദുമ്മേൻ്റെ നേരെ അത് മാത്രമേ രക്ഷയുള്ളൂ. ബിന്ദുമ്മയെ ഞാൻ കുറേ ചീത്ത പറഞ്ഞു നോക്കി. ഭസ്മം തിന്നല്ലേ ബിന്ദുമ്മേ, എൻ്റെ കണ്ണ് തെറ്റിയാൽ പോയി ഭസ്മം എടുത്ത് തിന്നും. ലിവർ ക്യാൻസർ വരെ വരും, തിന്നല്ലേ 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 എന്നാണ്. അവസാനം ഞാൻ വീട്ടിൽ ഭസ്മം മേടിക്കാതെ അടുത്തുള്ള അമ്പലത്തിൽ പോയി എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണാതെ ഒളിപ്പിച്ച് വെച്ചു തിന്നും. അവസാനം ഞാൻ എന്ത് ചെയ്തു, സ്നേഹത്തോടെ പറഞ്ഞു നോക്കിയപ്പോൾ അതിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി, സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ആരെയും കീഴ്പ്പെടുത്താൻ പറ്റൂ. നമ്മളൊരു ചീത്ത വാക്ക് പറഞ്ഞിട്ടോ ശാപവാക്ക് പറഞ്ഞിട്ടോ തെറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ബിന്ദു മാതാജി ഒന്ന് മെസ്സേജ് ഇട്ടു കേട്ടോ, എനിക്കിട്ടില്ലെങ്കിലും ദിവ്യ മാതാജിക്ക് ആയാലും ഇട്ടോളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ആണ് എന്താ പറ്റിയെന്നൊക്കെ ഒന്ന് ഇട്ടോളൂ കേട്ടോ, ഞാൻ വാങ്ങിച്ചോളാം, കേട്ടോളാം. അഡ്മിൻസിന് ആർക്കെങ്കിലും ഇട്ട് കൊടുക്കും. വിഷമിക്കേണ്ട, ഭഗവാൻ കൂടെ ഇല്ലേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. മഞ്ജരീസിലേക്ക് എന്നെ കിട്ടിയില്ലെങ്കിൽ അഡ്മിൻസിനായാലും വിളിക്കും. എനിക്ക് വീട്ടിൽ കുറച്ച് നെറ്റ്വർക്ക് കുറവായിട്ടുണ്ട് ഇപ്പം. ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഭഗവാൻ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ധൈര്യമായിട്ടിരിക്കും, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, നമ്മൾ സ്നേഹം കൊണ്ട് ആരെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അല്ലാതെ ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും ശാപം കൊണ്ടൊന്നും ഒരാളെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവരാ വഴിക്ക് വരൂല. സ്നേഹത്തിൻ്റെ ഭാവത്തിൽ കരുണയോട് കൂടിയാണെങ്കിൽ നമ്മളെ പിന്നാലെ അവർ വരും. ദേഷ്യത്തിൻ്റെ ഭാവത്തിലാണെങ്കിലും പോടാ പുല്ലിയെന്ന് പറയും. ഇതാണ് അവസ്ഥ. ശത്രുക്കളും മിത്രങ്ങളും മധ്യസ്ഥരും ആരെല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് യഥോചിതം പെരുമാറണം. ഇതാണ് ഞാൻ ക്ലാസ്സിന് തുടക്കം പറഞ്ഞത്. മിത്രങ്ങൾ ആരൊക്കെയാണ്, നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പറ്റാത്തതാ, പ്രത്യേകിച്ച് എനിക്ക്. നിങ്ങളിവിടെ വന്നിരുന്ന് ഘോര പ്രസംഗം നടത്തി ഉപദേശിക്കുന്ന എനിക്കറിയില്ല എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. കാരണം നമ്മൾ ആരെയും ശത്രുതാഭാവത്തിൽ കാണുന്നില്ല. ഇനി ആരെന്ത് ചെയ്താലും നമ്മളേക്ക് പോട്ടെ പാവം അവരറിയാതെ ചെയ്തു പോയി, ആ സാറില്ല പോട്ടെ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഭഗവാൻ പറയുന്നു, മിത്രങ്ങൾ ആരാണ്, ശത്രുക്കൾ ആരാണ്, അറിയാം. മിത്രങ്ങൾ ആരാണ്, ശത്രുക്കൾ ആരാണ്, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥരാരാണ്, അതും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇവരൊക്കെ ആരാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരോടും പെരുമാറേണ്ട രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് പെരുമാറിപ്പോവുക. ശത്രുക്കൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ചക്കരേ പാലേ മിസ് യു ഡിയർ ഉമ്മ എന്നൊക്കെ പറഞ്ഞു വരും. മിത്രങ്ങളാണെങ്കിലോ ഒരടി പിന്നിൽ നിൽക്കും. എന്നിട്ട് ആ മിത്രം ഇങ്ങനെ നോക്കും, നന്നാവട്ടെ, നന്നായിരിക്കട്ടെ. അപ്പോൾ പിന്നെ അവരെന്നെ മൈൻഡ് ആക്കാറുമല്ലോ, ഇവരാണ് എന്നെ സുഖിപ്പിച്ചങ്ങ് നിർത്തുന്നു എന്നും പറഞ്ഞ് ശത്രുവിനെടുത്ത് തലയിൽ വെക്കും. ഇതാണ് പ്രശ്നം. ഇതൊക്കെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, കൃഷ്ണൻ കൃത്യമായിട്ട് എൻ്റെ കാതിൽ കൊണ്ടെത്തിച്ചേരും ആരാണ് ശത്രു ആരാണ് മിത്രം എന്നുള്ളത്. ശത്രു ആരാണോ ഒരു കയ്യകലം ദൂരെ നിൽക്കും, ചിരിച്ചുകൊണ്ട് മാറി നിൽക്കും, ഒരു തരത്തിലും അടുക്കൂല, എന്തൊക്കെ ഉണ്ടായാലും അടുക്കൂല. അവർക്കൊരു ആവശ്യം വന്നാൽ ചെയ്തു കൊടുക്കൂട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ജാസ്മി ബിനു മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. നമ്മുടെ അഡ്മിൻസ് എവിടെ പോയി, അവർക്ക് റിപ്ലൈ കൊടുക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലപ്പോൾ കുറ്റമായിരിക്കില്ലേ പറയാം,
ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ആരാണ്? ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് നമ്മളെല്ലാവരോടും ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. വിശ്വസിച്ച് നമ്മൾ ആരോടും എല്ലാം പറയരുത്, അത് വലിയ ആപത്ത് വരുത്തും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമായി പറയണേ, മനസ്സിലായില്ലേ? എല്ലാവരോടും എല്ലാം തുറന്നു, എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ചങ്കാണ്, കരളാണെന്നുണ്ട് അവസാനം ചങ്കും കരളും പോയിട്ട് കിടക്കേണ്ട വരും. അപ്പം ആ വഴിക്കൊന്നും നമ്മൾ പോകരുത്. രാജാവ് യുദ്ധം കൂടാതെ തന്നെ ജയിക്കാൻ ശ്രമം നടത്തണം. യുദ്ധം ചെയ്തിട്ടല്ല രാജാവ് ജയിക്കേണ്ടത്, അല്ലാണ്ട് തന്നെ ജയിക്കാൻ വേണ്ടി രാജാവ് ഒരു ശ്രമം നടത്തണം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? യുദ്ധം കൊണ്ടുള്ള ജയം രണ്ടാം തരമായേ കാണൂ. അതായത് ഇപ്പൊ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവന്റെ കുടുംബത്തിൽ കയറി ചോദിക്കും, ഞാൻ ഇപ്പൊ വിളിച്ചു കയറി പറയും, വാള് കോല് എന്നും പറഞ്ഞ് എടുക്കും. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അത് രണ്ടാം തരം സ്വഭാവം എന്നാ പറയണം. ഒരു വിഷയങ്ങൾ, ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമാധാനത്തോടെ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാനിത് അങ്ങനെ എങ്ങനെ ഞാനെന്തിനു തല കുനിക്കണം, ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കാര്യവും ഇല്ല. ഒക്കെ രണ്ടാം തരം സ്വഭാവമാണ്. എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു സമാധാനത്തോടെ ഇരുന്ന് പരസ്പരം ചിന്തിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്തിട്ട് ഈ ലോകത്തുനിന്ന് പോവുക. പ്രശ്നങ്ങളോടുകൂടി ഈ ലോകത്തുനിന്ന് പോണ്ട, ആ ജീവിതം നശിച്ചു പോകും. നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. പ്രശ്നങ്ങളെല്ലാം സമാധാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ക്ലിയർ? സാമധാന ഭേദങ്ങൾ ഉപയോഗിച്ച് തന്നെ ശത്രുക്കളെ കീഴടക്കാൻ രാജാവ് ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെന്താ പറയും? തൻ്റെ രാജ്യത്തെ അധികാര പദവി ഉറപ്പിക്കാതെ അന്യരാജ്യങ്ങൾ പിടിക്കാൻ പുറപ്പെടരുത്. നമ്മുടെ രാജ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. ഇപ്പൊ രാജ്യം എന്ന് ഇവിടെ പറഞ്ഞാലും നമ്മുടെ കുടുംബം, അതാണ് നമ്മുടെ രാജ്യം അല്ലേ? നമ്മുടെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം. അവിടെ മൂന്നാമതൊരാൾ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇട കൊടുക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബത്തിലെയും വിഷയം എന്താ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഉടനെ ഈ ഭാര്യ കാണിക്കുന്ന സ്വഭാവം എന്തായിരിക്കും എന്നറിയോ? എല്ലാരെയും കുത്തിയിരുന്ന് ഫോൺ വിളിച്ച് പറയും, എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു. അത് കുടുംബത്തിലേക്കാവാം, സുഹൃത്തുക്കൾക്കിടയിലാവാം, ചിലപ്പോൾ ആ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോടാവാം. വളരെ മോശമാണ്, ചെയ്യരുത്, വളരെ മോശമാണ്. നമ്മുടെ കുടുംബത്തിന്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുന്നത്, ലത മാതാജി, നമ്മുടെ കുടുംബത്തിന്റെ 4 ചുവരുകൾക്കിടയിൽ തീരേണ്ട പ്രശ്നങ്ങൾ അവിടെ തീർക്കണം. ഉടനെ ഈ പറയുന്ന ആൻഡ്രോയിഡ് ഫോൺ അങ്ങെടുത്ത് സ്റ്റാറ്റസ് ഇടും, കണ്ണിന്ന് കണ്ണീര് വരുന്ന ഒരു സ്റ്റാറ്റസ്. മനസ്സിലായില്ലേ? ആ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും, എന്താ അങ്ങനെ ഒരു DP? അത് കൂടുതൽ ചോദിക്കുന്ന ശത്രുക്കളായിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്താൽ അറിയാം, അതുവരെ മിണ്ടാതിരിക്കുന്ന വ്യക്തിയായിരിക്കും നമുക്ക് ഉത്തരം തരിക. നമ്മളെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അതുവരെ നമ്മളെ ഓർക്കാത്ത, നമ്മുടെ സ്റ്റാറ്റസ് മുഴുവൻ കണ്ടിട്ടും ഒരു ലവ് പോലും അയക്കാത്ത വ്യക്തികളായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഹായ്ഡാ, എന്ത് പറ്റി? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അങ്ങനെയാണ്. എനിക്കൊരു വിഷയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുക, അയ്യോ അവൾ എന്നെ എപ്പോഴും എൻ്റെ ഒരു വിഷയം കാണുമ്പോൾ, പിന്നീട് എനിക്ക് മനസ്സിലായി അതിൽ സുഖിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ആ 10 പേർക്ക് എത്തിച്ചു കൊടുക്കാനാണ്. കൂടുതലും നമ്മൾ സ്ത്രീകൾ സ്റ്റാറ്റസ് ഇടുന്നതും DP ഇടുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ വിഷമങ്ങൾ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പരിഹരിക്കണം, അത് പുറത്തു പോകേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള വിഷയങ്ങൾ, നമ്മുടെ മക്കളുടെ പോരായ്മകൾ, ഇതൊന്നും പബ്ലിക്കായി പറഞ്ഞ് നടക്കരുത്. വളരെ ചീപ്പാണ്. അത് ഭഗവാൻ ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? 4 ചുമരിൻ്റെ ഇടയിൽ തീരേണ്ട വിഷയങ്ങൾ 4 ചുമരിൻ്റെ ഇടയിൽ തീർക്കണം. അവിടെ മൂന്നാമതൊരാളെ ഇരുത്തേണ്ട കാര്യമേ ഇല്ല. അല്ലെ ഇരുത്തുന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസയോഗ്യമായ, പരസ്പരം മനസ്സിലാക്കുന്ന 4ാമത്തെ ഒരാളുടെ കാതിലേക്ക് പോകില്ല എന്ന് 100% നമുക്ക് ഉറപ്പുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കണം. അല്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അതൊരിക്കലും കുടുംബത്തിൽ നിന്നാവരുത്, അതും ചിന്തിക്കണം. കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക അറിയോ? കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും നന്നായി ചെയ്യുമ്പോൾ ആ സ്ത്രീ അല്ലെ ആ പുരുഷമൻ്റെ പണ്ട് അടിച്ച് പിരിഞ്ഞ് നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന കാലത്ത് ഞാൻ തന്നെ ആ പ്രശ്നം തീർത്തെന്ന് പറയും. എന്തിനാ ആ ഒരു പേരുദോഷം നമുക്ക്? അതിൻ്റെ ആവശ്യമില്ല. കഴിയുന്നതും വാക്കുകൾ ചുരുക്കുക, സംസാരങ്ങൾ ചുരുക്കുക. ചുരുക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ചുരുങ്ങും. അല്ലാണ്ട് കൂടുതൽ 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 ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനാടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളും വലുതാവും. പർവ്വതം പോലെ വലുതായി അവസാനം അഗ്നിപർവ്വത സ്ഫോടനമായി ഒരുപാട് വിഷയങ്ങൾ വരും. നിസ്സാര ഒരു കാര്യമായിരിക്കും. ഒന്ന് ചായ കൊടുക്കാൻ നേരം വൈകി, ഒന്ന് തുണി കഴുകാൻ നേരം വൈകി, കഴുകിയിട്ട് അത് ഉണങ്ങില്ല, അതിൽ പിടിച്ചു തുടങ്ങുന്ന വിഷയങ്ങൾ ഡിവോഴ്സിൽ കോടതി മുറി വരെ എത്തും. പിന്നെ ഭർത്താക്കന്മാരെന്ത് ചെയ്യണം? ഒരിക്കലും ഭാര്യമാരെ 4 പേരെ മുമ്പിൽ വെച്ച് അപമാനിക്കരുത്. അത് വലിയ തെറ്റാണ്. സ്ത്രീക്കൊരു സംരക്ഷണമാണ് ഭർത്താവ്. അത് അവളുടെ അമ്മയായിക്കോട്ടെ, അവളുടെ അച്ഛനായിക്കോട്ടെ. സ്ത്രീകളെ
ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളുടെ ആ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമ്മൾ എന്താ കാണിക്കാൻ ശ്രമിക്കാന്ന് പറയാം? എനിക്കിവിടെ സുഖമാണ്, എൻ്റെ ഭർത്താവ് എന്നെ നന്നായി നോക്കുന്നുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ല, ഞാൻ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുക. എന്നാൽ ആ വന്നവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ അപമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരിക്കലും അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ആ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഭാര്യമാരെ അടുത്ത ഒരാളെ മുന്നിൽ വെച്ച്, ഈവൻ നമ്മുടെ മക്കളെ മുന്നിൽ വെച്ച് പോലും എന്ത് ചെയ്യരുത്? അവഹേളിച്ച് സംസാരിക്കരുത്, വേദനിപ്പിച്ച് നിങ്ങൾ റൂം അടച്ചിട്ടോളൂ. റൂം അടച്ചിട്ടിട്ട് നിങ്ങൾ അടിക്കേ പിടിക്കേ ബഹളം വെക്കേ ചീത്ത വിളിക്കേ എന്തെങ്കിലും ആയിക്കോളൂ. പക്ഷെ മൂന്നാമതൊരാളെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും ഭാര്യമാരെ അപമാനിക്കരുത്. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്, ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരെ മുമ്പിൽ വെച്ച്, ഒരു പാൽക്കാരന്റെ മുമ്പിൽ വെച്ച്, ഒരു പത്രക്കാരന്റെ മുമ്പിൽ വെച്ച്, ഒരു കടക്കാരന്റെ മുമ്പിൽ വെച്ച്, വീട്ടിൽ സ്വന്തം പെങ്ങളുടെ മുമ്പിൽ വെച്ച്, നമ്മുടെ അച്ഛനമ്മമാരെ മുമ്പിൽ വെച്ച്, ഇല്ല അവരെ അച്ഛനമ്മമാരെ മുമ്പിൽ വെച്ച് ഒന്നും പറയരുത്. ആരുടെ വാക്കും കേട്ട് ചോദ്യം ചെയ്യരുത്. അത് വളരെ മോശം. നിങ്ങളുടെ കുടുംബജീവിതമാണ് തകരാറിലാവുക. നിങ്ങളുടെ എന്താ പറയാ ഭ്രൂണത്തിൽ നിന്ന്, നിങ്ങളുടെ ശുക്ലത്തിൽ നിന്നുണ്ടായ ഭ്രൂണത്തിൽ നിന്ന് ആ ഭ്രൂണത്തെ ചുമന്ന് എല്ലാ ശാരീരിക വേദനകളും എല്ലാ സഹനങ്ങളും സഹിച്ച് സ്വന്തം ശരീരം കീറി മുറിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്കെടുത്ത് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി മുലയൂട്ടി നിങ്ങളുടെ പിതൃത്വം കാത്തു സൂക്ഷിച്ചവരാണ് ഈ സ്ത്രീകൾ. അതിനോളം ത്യാഗം ഈ ഭൂമിയിൽ ആരും ചെയ്യില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കും വയ്യാണ്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും ഉറക്കമൊഴിക്കുന്നവരാണ് ഈ സ്ത്രീകൾ. ആ സ്ത്രീകളെ ഒരിക്കലും അപമാനിക്കരുത്. ഈശ്വരൻ സഹിക്കില്ല. ആ സ്ത്രീക്ക് നിങ്ങൾ എന്നൊരു കുടയായി നിൽക്കണം. മനസ്സിലായില്ലേ? ആ ജീവിതമാണ് നല്ല ജീവിതം എന്ന് പറയുന്നത്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. സ്വന്തം മാതൃത്വത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമ്മളുടെ കഴുത്തിൽ താലി കെട്ടി നമുക്കൊരു കുഞ്ഞിനെ തന്ന് നമ്മൾ കഴിക്കുന്ന അന്നം അത് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന പുരുഷനെ ഒരിക്കലും അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്. ഒരു പുരുഷനായി കഴിഞ്ഞ് ഒരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അമ്മയോട് വേദനകൾ പറയില്ല, അവൻ്റെ അച്ഛനോട് പറയില്ല, അവൻ്റെ സുഹൃത്തുക്കളോട് പറയില്ല, അവൻ്റെ സഹോദരങ്ങളോട് പറയില്ല. എല്ലാം നെഞ്ചിലിട്ട് അവൻ സഹിക്കും. അവൻ്റെ ഭാരം ഇറക്കി വെക്കാനുള്ളൊരു വഴിയാണ് അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകൾ ഭർത്താക്കന്മാരെയും പുരുഷന്മാരെയും അപമാനിക്കരുത്. തെറ്റാണ്. അത് ഈശ്വരൻ സഹിക്കില്ല. പുറമേ കണ്ണുനീര് വന്നില്ലെങ്കിലും അവൻ്റെ ഉള്ളം പെടയും. ആ പെടച്ചിൽ നമ്മൾക്കൊരിക്കലും താങ്ങാനാവാത്ത ഒരു വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. സത്യധർമ്മങ്ങൾക്ക് വിപരീതമായിരിക്കുന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്. ഇതൊക്കെ സത്യധർമ്മമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ വിപരീതമായിട്ട് ഒന്നും ചെയ്ത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർ പറയും. ഞാൻ എന്തോരം കേട്ടിരിക്കുന്നു, പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മൂടും താങ്ങിക്കൊണ്ട് പോകും. കാരണം മറക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് കഴുകി മറന്നേക്കണം. നമ്മൾ അതും പിടിച്ചുകൊണ്ടിരിക്കരുത്. സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മോശം സ്വഭാവമാണ്. നിങ്ങളെ പണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. എന്തിനാ അത്? ഇത്രയും പോകുന്നൊരു ജീവിതം, ആ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക. പഴയ കാലമൊന്നുമല്ല, പുതിയ കാലമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലേ, ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾ പൊക്കോളൂ. ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടോ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോളൂ. അതിലൊരു തെറ്റുമില്ല. ഒറ്റയ്ക്ക് ജീവിക്കൂ. എന്നാൽ പോലും ആ ജീവിതത്തിൽ പോലും ആ ഭർത്താക്കന്മാരെ അപമാനിക്കരുത്. ഞങ്ങൾക്ക് ചില സ്വകാര്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ അകന്നു, അവിടെ നിർത്തണം. അല്ലാണ്ട് അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് പാട്ടും പാടി നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്ന ജീവിതം അത്ര സുഖകരവുമല്ല, നല്ല കഷ്ടപ്പാടുള്ള ജീവിതമാണ്. അതിലും ഭേദം അത് ചുമക്കുന്നതാണ് നല്ലത്. അതും സ്ത്രീകൾ മനസ്സിലാക്കണം. സ്വന്തം കുടുംബത്തിലെ പണവും പ്രശസ്തിയും അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് ഒരു സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. ശാശ്വതമല്ല ആ ജീവിതം. മനസ്സിലായില്ലേ? അതും ആലോചിക്കാം. ഇങ്ങനെയുള്ള വാമദേവർഷിയുടെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ വസുമനസ് എല്ലാ രീതികളും അതുപോലെ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല പേരും പ്രശസ്തിയും ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട രാജാവായിട്ട് അദ്ദേഹം മാറി. അല്ലയോ യുധിഷ്ഠിര, നീയും അതുപോലെ ഇഹത്തിലും പരത്തിലൊക്കെ സിദ്ധി നേടൂന്നാ പറയണത്. നമുക്കും സിദ്ധി നേടാം. അതുപോലൊക്കെ ജീവിച്ചിട്ട് കുറെ ക്ഷമിച്ചും സഹിച്ചും നമുക്കും കുറെ സിദ്ധിയും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കണം. അല്ല, അതിനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്.
അപ്പൊ ഇതൊക്കെയാണ് അതിനുള്ള വഴി. ഓക്കെ. പിന്നീട് ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയനോട് അടി കൂടുമ്പോ പൊരുതേണ്ടി വരുമ്പോ എന്തൊക്കെയാണ് അനുസരിക്കേണ്ടത്, അതിലനുസരിക്കേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പം നമ്മൾ ക്ഷത്രിയരല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാരോടെ അടികൂടാൻ പറ്റും അല്ലേ? സംസാരിക്കുക, നമ്മളെക്കാൾ താഴ്ന്ന പണം ഇല്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ പോയി അടികൂടരുത്. ഭഗവാൻ നമ്മളതിൽ 100 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 1 രൂപ ഇല്ലാത്തവനോട് നമ്മൾ പോയി ഷൗട്ട് ചെയ്യാൻ നിൽക്കരുത്. തെറ്റാണ്, വളരെ മോശമാണ്. നമ്മളോളം പോകുന്ന ആൾക്കാരോട് വേണം നമ്മൾ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, ഒരു ക്ഷത്രിയനോട് മറ്റൊരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അപ്പൊ നമ്മളിവിടെ ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രന്റെയും കാര്യം മാത്രം പഠിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾക്ക് പോന്ന ആൾക്കാരോട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എന്താ ഉഷാ മാതാജി, ഇത് എന്ത് ചോദ്യം? അത് കൃഷ്ണ വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്നത് ദോഷമാണോ? കുറെ ആൾക്കാർ വീട്ടിൽ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പടങ്ങളും മൂർത്തികളെയും വെള്ളത്തിൽ കൊണ്ട് കളയുന്നു. മറുപടി തരണേ മാതാജി. നമുക്ക് നമ്മളെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കാൻ പറ്റുമോ? നമ്മൾ കൃഷ്ണ വിഗ്രഹം പൂജിക്കുന്നതിൽ എന്താ തെറ്റ്? പൂജിക്കൂ, ആരാധിക്കൂ, അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കൂ, അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ജീവിതം അങ്ങ് സമർപ്പിക്കൂ. കേട്ടോ? എവിടെ കിച്ചൂട്ടൻ ഇരിക്കുന്നു? അദ്ദേഹത്തിന് കെടാവളക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഹാരം പോയിക്കൊണ്ടിരിക്കുന്നു, പൂജ പോയിക്കൊണ്ടിരിക്കുന്നു, നിവേദ്യം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്നും കിച്ചൂട്ടനെ കൊണ്ടേ ഒഴുകുന്ന വെള്ളത്തിലൊന്നും ഒഴുക്കി കളയൂല. ആഹാ കൊള്ളാലോ, ഇത് ആരാണ്? ചിലപ്പോൾ എന്തെങ്കിലും വിഗ്രഹങ്ങൾക്ക് പൊട്ടോ ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ താഴെ വീണൊന്ന് പൊട്ടിപ്പോവും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വിഗ്രഹത്തിന് മുമ്പിൽ വിളക്കും നിവേദ്യവും വെച്ചിട്ട് പുതിയൊരു വിഗ്രഹം വാങ്ങി വെച്ച് ഗംഗാജലം കൊണ്ട് തീർത്ഥം കൊടുത്ത് ഭഗവാനെ ശുദ്ധി വരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പാദത്തിൽ തുളസി വെച്ച് അദ്ദേഹത്തിനോട് പറയാ, പൊട്ടിപ്പോയ വിഗ്രഹത്തിൽ നിന്ന് ആ ദേവചൈതന്യം പുതിയ വിഗ്രഹത്തിലേക്ക് മാറി ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനവും ഞങ്ങളിൽ ഭക്തിയും നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പുതിയ വിഗ്രഹത്തിന് നിവേദ്യമൊക്കെ കൊടുത്ത് പഴയ വിഗ്രഹം എടുത്ത് അങ്ങനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി കളയാം. അങ്ങനെ ചെയ്യാറുണ്ട്. നേരിൽ കണ്ടതാണോ? അങ്ങനെയെങ്കിൽ അവർ ഇനിയും ജന്മം എടുക്കാനുണ്ട്. അവരുടെ ചീട്ട് കീറിയിട്ടില്ല, ഇനിയും കുറെ ഉണ്ട്, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. സാരമില്ല കേട്ടോ ഉഷാ മാതാജി, അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് ടെൻഷൻ പെടുത്തണ്ട. അങ്ങനെയൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഭഗവാനെ വാങ്ങി വീട്ടിൽ വെക്കൂ, എന്താ പറയാ, പൂജിക്കൂ. കേട്ടോ? അപ്പോൾ എന്താണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തികളോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഭീഷ്മ പിതാമഹൻ അതിനും ഒരു മറുപടി കൊടുത്തു. എന്താ കൊടുക്കണേന്നറിയോ? ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ രാജ്യത്ത് നിന്ന് തന്റെ ആധിപത്യം സ്വീകരിച്ച് കപ്പം തന്ന് സാമന്ത പദവി സ്വീകരിക്കാൻ ആവശ്യപ്പെടണം. എന്നിട്ടോ ഇപ്രകാരം നേരിട്ട് വന്ന് കപ്പം ആവശ്യപ്പെടുന്ന ശക്തനായ രാജാവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ടാക്സ് അടയ്ക്കുന്ന കാര്യം പറയുന്നത്. എതിർത്ത് നിൽക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ അയാളെ കീഴടണം. അപ്പൊ രാജാവും തമ്മിൽ യുദ്ധം ചെയ്യാം, തുല്യ ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യാം. അത് മര്യാദയുടെ. ഇവിടെ കപ്പം തന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ സംഭവം എന്നറിയോ? മുറകളും മര്യാദകളും ഒരുപോലെ പരിപാലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുറ തെറ്റിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കുഴപ്പമാണെന്നാ പറയുന്നത്. അപ്പൊ മുറകളൊന്നും നമ്മൾ തെറ്റിക്കണ്ട. സ്വയം രക്ഷിക്കാൻ ശക്തിയില്ലെന്നറിയുന്ന ക്ഷത്രിയന്റെ നേരെ ദയ കാണിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് സ്വയരക്ഷ ഇല്ലെങ്കിൽ ഇപ്പോൾ നല്ല വൃദ്ധനായ ഒരാള്, കുറച്ച് യൗവനസ്ഥനായ ഒരാള് നേരെ ഓടിച്ചെന്നിട്ട് ചില യുവാക്കൾ ചോദിക്കാറുണ്ട്, യോയോ യുവാക്കള്, നീ ആരാടാ? പ്രായം പോലും നോക്കാതെ നീ എന്തോ നാടാ, ആരാടാ, ഏതാടാ എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കാറുണ്ട് അല്ലെ? അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് നമ്മളോടെ പോകുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക, അല്ലാത്തവരോട് സംസാരിക്കാതിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മളെക്കാൾ വയ്യാത്ത ഒട്ടുമില്ലാത്ത പാവം പിടിച്ച ആൾക്കാരോട് നമ്മൾ ബഹളത്തിന് പോകരുത്. വളരെ മോശമാണ്. ചില തുണിക്കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ തുണിക്കടയിലൊക്കെ കയറിയിട്ട് അവരത്രയും താഴ്ന്നു നിന്നായിരിക്കും കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്. ഏതെങ്കിലും ഹോട്ടലൊക്കെ കയറി ഒരു അല്പം വൈകിയാൽ വെയിറ്റേഴ്സിനോട് പെരുമാറുന്ന ആ ഒരു രീതി കണ്ട സത്യം പറയുകയാണെങ്കിൽ ഷോ ഓഫ് എന്നേ പറയും. ഞാനൊന്നും മൈൻഡ് ആക്കാറില്ല അങ്ങനത്തെ ആൾക്കാരോട്. ചില സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര താഴ്ത്തി കെട്ടി
എന്താ എത്ര നേരം, എങ്ങനെയാണ്, ഇതാണ് മറ്റേതാണ് മറിച്ച്, ഭയങ്കര ബഹളമാണ്. നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ. നമ്മുടെ ഹോട്ടലിൽ വന്നിരുന്നു ഒരിക്കൽ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ ഹോട്ടലിലെ റിസപ്ഷനിലെ സ്റ്റാഫിനോട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. നിങ്ങൾ എന്തോർത്തോണ്ടാ, പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എണീറ്റ് വന്ന് ഞാൻ പറഞ്ഞു, സാറേ ഒരല്പം മര്യാദ. താങ്കൾ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, താങ്കളുടെ വായന്ന് വരുന്ന മര്യാദ കെട്ട സംസാരം എത്ര മോശമോ സാറേ. നിങ്ങളിവിടെ വന്ന് റൂം എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാശിൻ്റെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ റൂം എടുക്കുമ്പോൾ കൊടുക്കുന്ന കാശെന്നല്ലേ ആ പാവങ്ങൾ കുടുംബം നടത്തുന്നത്. അപ്പം നിങ്ങളല്ലേ അവരെ പോറ്റുന്നത്. നിങ്ങൾ പോറ്റുന്നവരോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക? തെറ്റ് പറ്റാത്തവരാരുണ്ട് സാറേ? സാറിനും പറ്റൂലേ തെറ്റ്? അവർക്കും പറ്റും തെറ്റ്. വിട്ടേക്ക് സാറേ, സംസാരിച്ച് ഒതുക്ക്. അത് സാറിൻ്റെ മര്യാദയാണ്. അവരത് കേട്ടിക്കും. സാറിന് എന്ത് തെറി പറഞ്ഞാലും അവർ കേട്ടിക്കും. അത് അവരുടെ മര്യാദയാണ്. ആ മര്യാദയെ നമ്മൾ ചൂഷണം ചെയ്യരുത് സാറേ. അത് വളരെ മോശമാണ്. ഞാൻ ആരാണെന്ന് വേണമെങ്കിൽ സാറിന് ചോദിക്കാം. ഞാൻ ആരാണെന്ന് പറയുന്നതിനേക്കാളും മുന്നേ സാറിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. സാറിൻ്റെ പൊസിഷനിൽ സാർ എങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് വെച്ചു. പിന്നെ പുള്ളിക്കാരൻ ഒന്നും വേണ്ടിയിട്ടില്ല. ഇനിയും സാർ ഇവിടെ കിടന്ന് ഷോ കാണിക്കുകയാണെങ്കിൽ, വയലൻ്റ് ആവുകയാണെങ്കിൽ, സാറിൻ്റെ മര്യാദയാണ് താഴേക്ക് പോകുന്നത്. സാറിന് ഞങ്ങൾ തന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ സ്ഥാനമാണ് താഴേക്ക് പോകുന്നത്. അതായത് സാറ് തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം, വിജയിക്കല്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അങ്ങോട്ടേക്ക് സോൾവായി. ഇപ്പോഴും എനിക്ക് മെസ്സേജ് ഇടും. ഇപ്പോഴും വന്നാൽ നമ്മളവിടെ റൂം എടുക്കാറ്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ആരോടും പെരുമാറരുത്. ചില സമയത്ത് ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കും. എന്ത് ചെയ്യാൻ പറ്റും? സാരല്ല, പോട്ടെ, ഒന്നും കുഴപ്പമില്ല, കുറച്ച് സമയം എടുത്തോട്ടെ. മനസ്സിലായില്ലേ? കുറച്ച് സമയം എടുത്തോട്ടെ. നമുക്ക് നമ്മുടെ വയറ്റിലേക്ക് അന്നം എത്തേണ്ട നേരം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നേ. ആ സമയത്തേക്ക് ഇട്ടു. എത്ര മണിക്കൂറായി ഇവിടെ കാത്തു കെട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടായിരിക്കും കിടന്ന് ബഹളം ഉണ്ടാക്കുക. അപ്പം അതൊന്നും വേണ്ട. ഭഗവാൻ നിശ്ചയിച്ച സമയത്ത് അന്നം കിട്ടും. ഭഗവാൻ നിശ്ചയിച്ച സമയത്ത് ഉറക്കം വരും. ബഹളത്തിന് നിൽക്കേണ്ട. ഒരല്പം ബഹളം കുറച്ചോളൂ. ഒരു കൊള്ളിക്കടങ്ങിയേക്കുന്ന എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അതേപോലെ നമ്മളെ ഒന്നൊരു ഇത്തിരി അടക്കി കഴിഞ്ഞാൽ സമാധാനം എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ. പിന്നെന്താ പറയുക, യുദ്ധക്കളത്തിൽ ചട്ട കെട്ടാത്ത ക്ഷത്രിയനോട് എതിർക്കരുത്. അതായത് ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരൊരു ചട്ട കെട്ടുമല്ലോ, അപ്പം അത് കെട്ടാത്തവരോട് എതിർക്കരുത് എന്നാണ് പറയുന്നത്. സൈന്യങ്ങളെ സംഘടിപ്പിച്ച് പോരിന് തയ്യാറായി വരുന്ന ക്ഷത്രിയനോട് യുദ്ധം ചെയ്യണം. സൈന്യങ്ങളെല്ലാം കൂട്ടി വന്ന് യുദ്ധത്തിനായിട്ട് വന്ന രീതിയിലാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്തു. അതായത് നമ്മൾക്ക് പറ്റിയവരോടെ നമ്മൾ യുദ്ധത്തിനും സംസാരത്തിനും നിൽക്കാൻ പാടും. നമ്മളെക്കാൾ താഴെയുള്ള വ്യക്തികളോട് നമ്മൾ ഒരിക്കലും ബഹളത്തിന് പോവരുത്. ഈ തെരുവിൽ കിടക്കുന്ന കച്ചവടക്കാർ, ഹോട്ടലുകളിലെ വെയിറ്റർമാർ, ഷോപ്പുകളിലെ ജോലിക്കാർ, അവരൊക്കെ നമ്മളെക്കാൾ താഴെയാണെന്നേ. അവരോടൊന്നും നമ്മൾ ബഹളത്തിനൊന്നും പോവരുത്. പാവങ്ങൾ എന്തോരം നിൽക്കുന്നുണ്ടാവും, എത്ര നിൽക്കുന്നുണ്ടാവും, എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മളും അപ്പുറത്ത് ഇതുപോലല്ലേ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും സമന്മാരായി കാണാം, ഈക്വലായി കാണാം. ശത്രു ഏത് വിധത്തിലാണ് വരുന്നതെങ്കിൽ, അതായത് ചതിയായിട്ടാണോ ധർമ്മത്തിന് അനുസൃതമായിട്ടാണോ വരുന്നത്, അതനുസരിച്ച് അങ്ങോട്ടും എതിർക്കണം. അതായത് ചതിക്കരുത് എന്നാണ് പറയുന്നത്. ശത്രുക്കളാണെങ്കിൽ പോലും വഞ്ചിക്കരുത്. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും ചെയ്താൽ അവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത്. എന്നാലും എന്നോടത് പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് ഇങ്ങനെ ചെയ്തില്ലേ, എങ്ങനെ അവരെ നശിപ്പിക്കാം എന്നും ചിന്തിച്ചുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത്. വളരെ മോശമാണ്. അവരെ ഈശ്വരൻ കാത്തുരക്ഷിക്കും. മനസ്സിലായില്ലേ? നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ? മാതാജി ഒരു കാര്യം ചെയ്യൂ, പേജിലിരിക്കുന്ന ഫോളോ എന്ന ബട്ടൺ ഉണ്ട് നമ്മുടെ പേജിൽ. ആ ഫോളോ ബട്ടൺ അൺഇൻസ്റ്റോൾ ചെയ്യും. അൺഇൻസ്റ്റോൾ അല്ല, അൺഫോളോ ചെയ്യും. ഒന്നുകൂടെ അമർത്തിയാൽ അത് അൺഫോളോ ആയി. എന്നിട്ട് വീണ്ടും ആ ബട്ടൺ തന്നെ അമർത്തും. അപ്പോൾ ഫോളോ ആയി. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കും മാതാജി, വേറെ ഒന്നുമല്ല. അപ്പോൾ ശത്രുവിൻ്റെ വാഹനം നോക്കി അതുപോലെയുള്ള വാഹനം സ്വീകരിക്കണം. ആ ശത്രു ഏത് രീതിയിലാണോ വരുന്നത് അതേപോലെ നമ്മളും നിൽക്കണം. മനസ്സിലായോ? അല്ലാണ്ട് നമ്മളാണ് സംഭവം എന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കാൾ വലുത് അയാളയിലുണ്ടാവും. കടിച്ചതിനേക്കാളും വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയാവും. അപ്പം അതിനൊന്നും പോയി തലവെച്ച് കൊടുക്കരുത്. വിഷം പുരട്ടിയ അമ്പ് ഒരിക്കലും ഉപയോഗിക്കരുത്. ചില വ്യക്തികളുടെ യുദ്ധത്തിൽ, അന്നത്തെ കാലാട്ടോ പറയുന്നത്, അതായത് ചതിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരിക്കലും ആരെയും ചതിക്കരുത് എന്ന്. ഭീതനിലും തോറ്റവനിലും ആപത്തിൽപ്പെട്ടവനിലും ആയുധമില്ലാത്തവനിലും രഥം തകർന്നവനിലും തനിക്ക് കീഴടങ്ങിയവനിലും ശസ്ത്രം പ്രയോഗിക്കരുത്. പേടിയുള്ള ആൾക്കാരോട് ഒരിക്കലും നമ്മൾ ബഹളത്തിന് പോകരുത്. അവർക്ക് ടെൻഷനാവും. മനസ്സിലായില്ലേ? അവനൊരു ആപത്തിലാണെങ്കിൽ, നമ്മുടെ ശത്രു ആണെങ്കിൽ കൂടി അയാളൊരു ആപത്തിലാണെങ്കിൽ അവരെയും നമ്മൾ ഒരിക്കലും ദ്രോഹിക്കാൻ പോകരുത്. ഇനി അവൻ്റെ കയ്യിൽ പണവും ഇല്ല, ആയുധം ഇല്ല എന്നെങ്കിലും അവനെ ദ്രോഹിക്കരുത്. അവൻ്റെ വണ്ടിയും രഥവും ഒക്കെ തകർന്നിരിക്കുകയാണെങ്കിലും ദ്രോഹിക്കരുത്.
നമ്മൾക്ക് കീഴടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ അവരെയും നമ്മൾ ദ്രോഹിക്കരുത്. എന്താ പറയുന്നത്, പരിക്കേറ്റ യോദ്ധാവിന് ചികിത്സ നൽകാൻ, അതായത് ശത്രുവിനെ പോലും നമ്മൾ പരിചരിക്കണം. പരിക്കേറ്റ യോദ്ധാവിന് എന്താണ് ചികിത്സിക്കാൻ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ശത്രു ആണെങ്കിലും ശരി, അവർക്ക് വയ്യ എങ്കിൽ അവരെ നമ്മൾ ദ്രോഹിക്കരുത്, ഒരിക്കലും ദ്രോഹിക്കരുത്. ശത്രുവിനെ പോലും നമ്മൾ വേദനിപ്പിക്കരുത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നത്. എപ്പോഴും ധർമ്മം മാത്രം പാലിച്ച് നമ്മൾ ജീവിക്കണം. അധർമ്മം കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ നല്ലതാണ് ധർമ്മം ചെയ്ത് മരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആരെയും ചതിച്ച് 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 ജീവിച്ച് നമ്മൾ ജയിക്കേണ്ട. ധർമ്മം ചെയ്ത് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാണ്ട് നമ്മൾ ജീവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ധർമ്മം ചെയ്തിട്ട് നമ്മൾ നാറാണക്കല്ലെടുത്ത് പട്ടിണി കിടന്നാണ് മരിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ മരിച്ചോട്ടെ. എന്നാലും നമുക്ക് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ജീവിച്ച് പേരും പ്രശസ്തിയും നമുക്ക് വേണ്ട. ക്ലിയർ? അധർമ്മ വിജയം കൊണ്ട് ഒരിക്കലും രാജാവ് പൂജ്യനായി മാനിക്കപ്പെടില്ല. അതായത് അധർമ്മത്തിലൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വലിയ സംഭവമായിട്ട് ആരും നമ്മൾ അഭിമാനത്തോടെ കാണൂല. ഒരു കാലത്ത് നമ്മളുടെ ആ പേരും പ്രശസ്തിയും സ്ഥാനമൊക്കെ പോകും. മാത്രമല്ല അയാൾക്ക് രാജ്യത്തിനും അത് അധപ്പതനത്തിന് കാരണമാവും. അതായത് നമ്മുടെ കുലം നശിച്ചു പോകും. നമ്മൾ അധർമ്മത്തിലൂടെയാണ് ഉയരാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കളുമായിട്ട് ആ കുലമേ നശിച്ചു പോകുന്ന പറയുന്നത്. ധർമ്മയുദ്ധത്തിൽ കീഴടക്കിയ രാജാവിനെ 1 കൊല്ലം അടിമയാക്കി വെച്ചതിന് ശേഷം സാമന്തനാക്കാം. അത് ധർമ്മയുദ്ധത്തിന്റെ കാര്യമാണ് നമ്മളിവിടെ നോക്കണ്ട. നമ്മൾ അതും പറഞ്ഞ് ആരെങ്കിലും പിടിച്ചുകൊണ്ടൊന്ന് മുറിയിലിട്ട് കൂട്ടി അധർമ്മം ഒന്നും ആക്കി നമ്മൾ മുന്നോട്ട് പോകണ്ട. പെട്ടെന്ന് നേടിയ ധനമെല്ലാം സാവധാനത്തിലേ സ്വന്തമാകും. മനസ്സിലായില്ലേ? എന്താണ് പെട്ടെന്ന് നേടിയ ധനമെല്ലാം സാവധാനത്തിലേ സ്വന്തമാകൂ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് കാശുകാരായി തീർന്നാൽ ആ കാശൊക്കെ പയ്യെ അങ്ങ് പോയി കിട്ടും. എന്നിട്ട് പയ്യെ നമുക്ക് അർഹതപ്പെട്ടതൊക്കെ വരും. കള്ളന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ധനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. മോഷ്ടിച്ചുകൊണ്ട് പോണ ധനമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രാഹ്മണർക്ക് അത് കൊടുത്തു തീർക്കണം. നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന ക്ഷത്രിയന്മാർക്ക് ഒരിക്കലും ശ്രേയസ് ഉണ്ടാവില്ല. ധർമ്മത്തിനെതിരായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നന്മ ഉണ്ടാവില്ല, നമ്മൾ നശിച്ചു പോകും. ഓക്കെ, ഇത്രയും കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറയാണ്, എന്താ പറയുന്നത്? ഒറ്റ സ്റ്റാൻസയും കൂടി എടുത്തിട്ട് നിർത്താട്ടോ, 10:15. ഇത്രയും കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, പിതാമഹ, ക്ഷാത്രധർമ്മത്തെക്കാൾ ക്രൂരവും നികൃഷ്ടവുമായിട്ട് എന്താ ഉള്ളത്? എപ്പോഴും രാജ്യം വലുതാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് യുദ്ധം ചെയ്യാൻ പോവാണ്. യുദ്ധത്തിൽ ഒരുപാട് ജനങ്ങളും ജന്തുക്കളും ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ക്ഷത്രിയന്മാർക്ക് എങ്ങനെയാണ് പേരും പ്രശസ്തിയും ലോകമൊക്കെ ഉണ്ടാവണേ? അത് കേട്ടപ്പോൾ ഭീഷ്മ പിതാമഹം പറയണേ, യുധിഷ്ഠിര അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ദുഷ്ടശിക്ഷണം, ദുഷ്ടന്മാരെ ഇല്ലാതാക്കുക. ശിഷ്ട സംരക്ഷണം, ബാക്കിയുള്ളവരെയൊക്കെ സംരക്ഷിക്കുക. യജ്ഞദാനാദികളുടെ നിർവഹണം, യജ്ഞങ്ങളൊക്കെ ആ ദാനങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും നന്മയുണ്ടാവൂ. രാജാക്കന്മാർ യുദ്ധത്തിൽ പ്രജകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞ ശേഷം ക്രമസമാധാനങ്ങളൊക്കെ പാലിച്ച് പ്രജകളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെ? യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കുറെ പേര് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനവും ശാന്തിയും കൊടുത്ത് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായമൊക്കെ കൊടുത്ത് എല്ലാവരെയും വീണ്ടും പഴയ പോലെ ആക്കും. യജ്ഞം, ദാനം, തപസ് മുതലായ കാര്യങ്ങൾ രാജാവ് തന്നെ ബാധിച്ച പാപമേ നശിപ്പിക്കുന്നു. അതായത് രാജ്യമൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യും? കുറെ ദാനധർമ്മങ്ങൾ ചെയ്യും. ഇപ്പൊ ഇന്ന പ്രജ മരിച്ചുപോയി, ഇന്ന ആളുടെ ഭർത്താവ് മരിച്ചു, അച്ഛൻ മരിച്ചു, മക്കൾ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ സമാധാനം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിലോ അതിലൊക്കെ കുറെ പേര് മരിച്ചാൽ നമ്മുടെ മന്ത്രിമാര് ധനസഹായം ചെയ്യാറുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? ഒരു ദാനധർമ്മങ്ങളാണ്. ഇത് പഴയ കാലം മുതലേയുള്ള ഒരു ചിട്ടയാണ്. ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വെറുതെ നമുക്ക് അതിന്റെ താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ ദാനധർമ്മങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് തപസ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാജാവായി യുദ്ധം ചെയ്തിട്ട് ബാധിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് അത് അദ്ദേഹത്തിൽ നിന്ന് പോയി കിട്ടും. കാരണം അദ്ദേഹം അങ്ങനെയുള്ള യുദ്ധം നടത്തിയത് ധർമ്മത്തിന് വേണ്ടിയാണ്. ദുഷ്ടന്മാരെ വധിക്കുന്നത് പാപമല്ല, പറയാണ്. ദുഷ്ടന്മാരെയൊക്കെ രാജാവ് കൊല്ലുന്നത് പാപമല്ല, അത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. കാരണം അവരവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു എലി വന്നു, ആ എലിയെ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലേ കൊല്ലണം, അല്ലെ? അല്ലാണ്ട് അയ്യോ അത് എലിയാണ്, അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ വീട്ടിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ തുണിയും മണിയും കിണിയും ഒക്കെ എടുത്തിട്ട് അത് തിന്നുകളയും. ആ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാ പറയുന്നത്. ക്ഷത്രിയൻ പോരിൽ അനുഭവിക്കുന്ന ദുഃഖമെല്ലാം വലിയ തപസ്സാണെന്ന് എന്താ പറയുന്നത്? ധർമ്മജ്ഞർ പറയാറുണ്ട്. പല ക്ഷത്രിയന്മാരും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും യുദ്ധത്തിൽ. അതൊക്കെ എന്താണ്? ധർമ്മമാണ്. ധർമ്മജ്ഞർ പറയാണ് അതൊക്കെ ധർമ്മമാണ്, അതവരെ അനുഭവിക്കേണ്ടതാണ്. കാരണം അവരതിനാണ് ജനിച്ചിരിക്കുന്നത്.
യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുന്ന ധീരയോദ്ധാക്കൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ നമ്മുടെ കുടുംബത്ത് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറയും രാവിലെ കണ്ണ് തുറന്നാൽ എടുക്കുന്ന ജോലി രാത്രി വരെ എടുക്കുന്ന എന്ത് പ്രയോജനം, എന്നിട്ടും കുറ്റങ്ങൾ കുറവ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ക്ഷത്രിയന്മാരാണ്. കരണ്ട് പോയി, AC ഉണ്ടോ നോക്ക് റൂമിൽ, ഇല്ല, കരണ്ട് പോയി. ഇൻവെർട്ടറിലാണ് ഓടിക്കൊണ്ടിരിക്കണേ. വൈഫൈ വർക്കാവും. വൈഫൈ ഇൻവെർട്ടറായിട്ട് കണക്റ്റഡാ. AC ഓഫ് ചെയ്തോ. വൈഫൈ ഇൻവെർട്ടറായിട്ട് കണക്റ്റാ. കറണ്ട് പോയി. ഒരു ബ്രൈറ്റ്നസ് വന്നില്ലേ, അത് ഇൻവെർട്ടറിലാണ് ബ്രൈറ്റ്നസ് കൂടുന്നത്. കറണ്ട് പോയി. ഇന്ന് ഉച്ചയ്ക്ക് 4 മണിക്കൂറാണ് പവർ കട്ട് വന്നത്. രാത്രി 7 മണിക്കൂർ പവർ കട്ട് വരും. അത് തമിഴ്നാട്ടിൽ അങ്ങനെയാണത് ചെയ്യുക, വെള്ളമില്ലല്ലോ, അതാണ്. അപ്പോൾ വൈഫൈ നമുക്ക് ഇൻവെർട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്താ പറയുന്നത്, യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുന്ന ധീരയോദ്ധാക്കളെല്ലാം സ്വർഗത്തിലേക്ക് പോകണം. അപ്പം നമ്മളും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണ്. രാവിലെ എണീക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അതുണ്ടാക്കുക, ജോലിക്ക് പോവുക, നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മളൊരു ധർമ്മമായ യുദ്ധമാണ് നമ്മൾ നടത്തുന്നത്. അത് നമ്മൾ നടത്തിയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള പരിതാപമൊന്നും നമുക്ക് പാടില്ല. കാരണം എന്താ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. നമ്മൾ ആ ധർമ്മത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ജീവിതത്തിൽ നമ്മൾ ധർമ്മത്തോടെ ചെയ്യുക. അത് മക്കൾ നമുക്ക് അത് തരുമല്ലേ, അവരിൽ നിന്ന് ഇത് കിട്ടും, ഭർത്താവ് നമ്മളിങ്ങനെ, അതൊന്നും പാടില്ല. ഭർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവരെന്ത് പറഞ്ഞാലും ശരി, ഏത് പറഞ്ഞാലും ശരി, എന്തൊക്കെ വിളിച്ചാലും ശരി, നമ്മുടെ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുക. ഭർത്താവാണെങ്കിലോ ഭാര്യമാരെന്ത് ചെയ്താലും ശരി, അദ്ദേഹം ചെയ്യേണ്ട കടമ കർത്തവ്യം അത് അദ്ദേഹവും ചെയ്യാം. അങ്ങനെ ധർമ്മത്തിന്റെ പാതയിൽ ചരിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. യുദ്ധത്തിൽ സഹായികളെ വിട്ടിട്ട് പേടിച്ചോടുന്ന ഭീരുക്കളായ രാജാക്കന്മാർ നരകത്തിലേക്കാണ് പോവുക. അതായത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങളെല്ലാം വിട്ടിട്ട് പേടിച്ചോടി ഒളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. എന്താ പറയുന്നത്, എനിക്ക് കുടുംബം പോറ്റാനൊന്നും പറ്റില്ല, എനിക്ക് കല്യാണം കഴിച്ച് കുടുംബം പോറ്റാന്നൊക്കെ പറഞ്ഞ ഒരു ബാധ്യതയാണ്, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മനെയും നോക്കാൻ പറ്റില്ല, അതെനിക്കൊരു ബാധ്യതയാണ് എന്നും പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന കുറേ പേരുണ്ട്. അവർ നരകത്തിലേക്കാണ് പോവുകയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത്തരക്കാരെ ഇന്ദ്രാദിദേവന്മാർ ഉപേക്ഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. തം ഹന്യു കാഷ്ഠലോഷ്ടൈർവാ ദഹേയുർവാ കാടാഗ്നിന പശുവരേൻ യേഴുർവാ ക്ഷത്രിയോ യേ സുരീദൃശ എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശാന്തിപർവ്വത്തിലൊരു ശ്ലോകമാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി, അതായത് സ്വന്തമായി രക്ഷപ്പെടാൻ വേണ്ടി പടക്കളം വിട്ടോടുന്ന പേടിച്ച കുറെ ക്ഷത്രിയന്മാരെ പിടിച്ച് കല്ലിന്റെ മുകളിൽ കിടത്തി വേറെ കല്ല് മരമുട്ടി കൊണ്ട് ഇടിച്ചു കൊന്നുകളയണം എന്നാ പറയണത്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ യുദ്ധത്തിന്റെ കാലത്ത് പറയുന്ന കാര്യങ്ങൾ, ഇന്നാ ഒന്നും പാടില്ല. പശുക്കളെ കൊല്ലുന്നത് പോലെ കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊല്ലണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ നമ്മളെ കുടുംബത്തെ ഉപേക്ഷിക്കരുത്. ചില വ്യക്തികൾ എന്താ ചെയ്യാന്നറിയോ, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എൻ്റെ ഭാര്യ മക്കൾ എന്ത് കഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് എൻ്റെ സുഖമാണ് വലുത് എന്ന് പറയുന്ന കുറേ ആണുങ്ങളുണ്ട്. വെറുതെ പറയല്ല, സ്വന്തം സുഖത്തിന് വേണ്ടി ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ച് മദ്യപിച്ച് 4 കാലിൽ നല്ല അമ്മാനപ്പാട്ടും പാടി വരുന്ന കുറേ കുടുംബസ്ഥന്മാരുണ്ട്. അവരെ പിടിച്ചു കെട്ടിയിട്ടുണ്ടല്ലോ, പശുവിനെ കൊല്ലുന്ന പോലെ കൊന്നു വേണമെന്നാ പറയുന്നത്. ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷെ പറയാണ്, അങ്ങനെയുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നാ പറയണത്. ആത്മരക്ഷാർത്ഥം സ്വന്തം സുഖം, സ്വന്തം രക്ഷ, സ്വന്തം സമാധാനം, ഇത് നോക്കിയിട്ട് ഇഷ്ടം പോലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വേദനിക്കുന്നുണ്ട് പല കുടുംബങ്ങളിൽ. അവർക്ക് ഒരു മാപ്പുമില്ല. 4 കാലിലല്ല 10 കാലിൽ എഴയാൻ വെക്കും ഭഗവാൻ അവരെ. അതുകൊണ്ട് ഒരിക്കലും അവരൊന്നും മാപ്പർഹിക്കുന്നില്ല. എന്നാൽ ചില സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാർ എങ്ങനെ തലകുത്തി നിന്ന് കഷ്ടപ്പെട്ട് വന്നാലും ശരി, ഗൾഫിൽ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും ശരി, ഇവിടെ സുഖം സമാധാനം, എൻ്റെ സ്വന്തം കാര്യം, ഭർത്താവിൻ്റെ അച്ഛന് വയ്യാണ്ടായാലും ശരി, അമ്മയ്ക്ക് വയ്യാണ്ടായാലും ശരി, എന്ത് തേങ്ങയായാലും ശരി, ആ ഭാഗം തിരിയില്ല. മക്കള് വിശന്നിരുന്നാലും ശരി, മൊബൈലിൽ ചാറ്റിംഗ് നിർത്തൂല. അങ്ങനെയുള്ള കുറേ സ്ത്രീകളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ അധർമ്മികളാണ്. ഇവരെയൊന്നും വെച്ച് പൊറിപ്പിക്കരുത് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷെ നമ്മളല്ല അവർക്ക് കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത്, അത് ഭഗവാൻ കൊടുത്തോളൂ എന്ന് കരുതി 4 കാലിൽ കയറി വരുന്ന ഭർത്താവിനെ ഒരിക്കലും എന്താ പറയുന്നത്, അമ്പിളിമാതാജി മഹാഭാരതം കഥയിൽ പറഞ്ഞിട്ടുണ്ട്, പിടിച്ചു കെട്ടിയിട്ട് പാറന്റെ മുകളിൽ വെച്ച് തലക്കിട്ട് അടിച്ചു കൊല്ലണം, അല്ലെങ്കിൽ പശുവിനെ കത്തിയോണ്ട് മുറിക്കുന്ന പോലെ മുറിച്ച് കളയണമെന്ന്. അതല്ല കേട്ടോ, അതൊരു തത്വം മഹാഭാരതത്തിലുള്ളതാണ്. നമ്മളങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ, ദേഹോപദ്രവം ചെയ്യാൻ നമ്മളാളല്ല. അവർക്ക് കിട്ടേണ്ട ശിക്ഷ ഇതാണ്, ആ ശിക്ഷ ഭഗവാൻ കൊടുക്കുന്ന പറയുന്നത്. കുടിച്ചു വന്ന് 4 കാലിൽ അധിക പ്രസംഗവും നടത്തി തെറി വിളിച്ച് നടക്കുന്നവനെ ഭഗവാൻ വിടൂല. അവന്റെ നാക്ക് ഭഗവാൻ പിഴുതെടുക്കുന്ന ഒരു ദിവസം വരും.
മനസ്സിലായില്ല? അതായത് ഭാര്യയോടും കുട്ടികളോടും യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്തവന് കിട്ടാൻ പോണ ശിക്ഷയ്ക്ക് കയ്യും കണക്കും ഇല്ല. അവന്റെ കുടി ഭഗവാൻ അവസാനിപ്പിക്കും. അവനെ ബെഡിൽ കിടത്തി ഇട്ടിട്ടേ നല്ല ലിവർ സിറോസിസ് കൊടുത്തിട്ട് ഭഗവാൻ നരകിപ്പിച്ചിട്ട് ആ തെറി വിളിച്ച ഭാര്യയെ കൊണ്ട് അവനെ ശുശ്രൂഷിപ്പിക്കും. എന്നിട്ട് ഭഗവാൻ അവനെ ചിന്തിപ്പിക്കും. മരണം പോലും അവനെ കൈവിടും. നരകിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര നരകയാതന അങ്ങനെയുള്ളവനെ കാത്തിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇന്ന് ആടിക്കോട്ടെ ആട്ടം. ഭാര്യന്റെയും മക്കളെയും തെറിയും വിളിച്ച് സമാധാനവും കൊടുക്കാണ്ട് മദ്യപിച്ച് വീട്ടിൽ വന്ന് സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്നവൻ ഇന്നാടിക്കോട്ടെ. അവനെ കാത്തിരിക്കുന്നത് ചില്ലറ കാര്യങ്ങളല്ല. ഒരു കുറച്ചു കാലം കൂടി അവൻ ആടട്ടെ. പിന്നീട് അവന് കിട്ടാൻ പോണത് എന്താന്നുള്ളത് ശിശുപാലന്റെ 100 തെറ്റുകൾ ഭഗവാൻ ക്ഷമിച്ചിട്ട് പിന്നെ സുദർശനം എടുത്ത് കഴുത്ത് വെട്ടിയതിനേക്കാളും വലുത് ഭഗവാൻ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജാഗ്രത, കൂടുതൽ ആട്ടാടണ്ട. ഭാര്യമാര് കൃഷ്ണഭക്തരാണെങ്കിൽ ഭർത്താക്കന്മാരൊന്ന് ഭയപ്പെടുന്നത് നന്നായിരിക്കും. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടത്തപ്പെട്ടപ്പോൾ പാഞ്ചാലി കൃഷ്ണനെ വിളിച്ചിട്ട് ഓടി വന്നിട്ട് പിന്നെ എണ്ണി ഭഗവാൻ കണക്ക് ചോദിച്ചതുപോലെ ഭാര്യമാര് കൃഷ്ണനെയാണോ ആരാധിക്കുന്നത്, ഭർത്താക്കന്മാർ ജാഗ്രത. കൃഷ്ണന്റെ ഭക്തരെന്ന് പറഞ്ഞാൽ ഒരു അന്ധമായ സ്വഭാവമാണ് കൃഷ്ണൻ വിടൂല. അയ്യോ എന്റെ ഭക്തൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഓടി വരും. ധർമ്മോ അധർമ്മോ ഒന്നും നോക്കൂല. എന്റെ ഭക്ത കരയുന്നേ, എന്റെ ഭക്തയെ തെറി വിളിച്ചേ, എന്റെ ഭക്തയെ വേദനിപ്പിച്ചേന്ന് പറഞ്ഞ കിച്ചൂട്ടം പറന്നു വരും, വല്ല പുൽച്ചാടി വരുന്ന പോലെ. പിന്നെ അവിടെ എന്ത് നടക്കും നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് വരുത്തണ്ട. വരാൻ കുറച്ച് പ്രയാസാ, വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകത്തില്ല. മുടിയങ്കം മുടിച്ചിട്ടേ ഭഗവാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ജാഗ്രതയായിരുന്നു. എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഭാര്യമാര് എന്താ ചെയ്യണേന്ന്. മനസ്സിലായി? ഭാര്യമാര് എന്താ ചെയ്യണേന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നോളൂ. കൃഷ്ണനെയാണോ പിടിച്ചുകൊണ്ടിരിക്കണേന്ന് ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കുറച്ച് കഴിയുമ്പോൾ കിട്ടാൻ പോണത് ചില്ലറ കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ ശ്രദ്ധയോടെ ഇരിക്കുക. പിന്നെന്താ പറയുന്നത്? അതുകൊണ്ട് യുധിഷ്ഠിര, ധർമാനുസൃതം രാജ്യം ഭരിച്ച് നിന്റെ ജന്മം സഫലമാക്കാം. അതുകൊണ്ട് ധർമ്മത്തോടെ മുന്നോട്ട് പോകാനാണ് ആര് പറയുന്നത്? യുധിഷ്ഠിരനോട് ഭീഷ്മ പിതാമഹൻ പറയുന്നത്. അപ്പൊ ധർമ്മം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കോളൂ. വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങളിൽ പോയി തല വെക്കേണ്ട യുധിഷ്ഠിര എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? ധർമ്മത്തോടെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇന്ന് തന്നെ ഭർത്താക്കന്മാര് എന്താ പറയാ, അതുണ്ട് കള്ളു കുടിച്ച് വലിയ മാന്യന്മാരായി വന്ന് രാത്രി സ്വന്തം കുട്ടിയുടെ തന്ത ആരാന്ന് ചോദിച്ചിട്ട് രാവിലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി വലിയ ചന്ദനപ്പൊട്ടും തൊട്ടിട്ട് അങ്ങനെ ഒരു പോക്ക 4 കാലില് പോകുമ്പോഴേക്കും നീ അങ്ങ് ക്ഷമിക്ക്, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, നിന്റെ അമ്മയ്ക്ക് എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്, അബോധാവസ്ഥയിൽ പറഞ്ഞു പോയില്ല, ഇനി ഞാൻ കുടി നിർത്തി എന്ന് പറയും. പിന്നെ തിരിച്ചു വരുന്നതോ 4 അല്ല 16 കാലിലായിരിക്കും. അപ്പം പിന്നെ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയെന്ന് വീണ്ടും അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഒരു ആണയിടല. ഇവരുടെയൊക്കെ പറ്റിറക്കാൻ ഭഗവാൻ ഇറങ്ങുന്നുണ്ട് ഒരു ദിവസം. അന്ന് തീരും. അതോടുകൂടി അടങ്ങി ഒതുങ്ങി ജാഗ്രതയോടെ ഇരുന്നോ. വീട്ടിൽ കൃഷ്ണ വിഗ്രഹം ഉണ്ടോ, അതിന്റെ മേളിൽ കൈവെക്കാൻ പോണ്ട. ഇനി കളിച്ച് ഓഹോ ഈ വിഗ്രഹമാണല്ലോ എല്ലാത്തിനും പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന്റെ തണ്ടല് പൊട്ടുന്നതിനെ പോലെ 100 രീതിയിൽ ഭഗവാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഒടിച്ചു കളയും. അത്രയും ശക്തനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനോടും കൃഷ്ണനെ ആരാധിക്കുന്ന ഭാര്യമാരോടും ജാഗ്രതയോടുകൂടി ഭർത്താക്കന്മാർ ഇടപെടുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ ശാന്തി പർവ്വത്തില് കുറച്ച് അധ്യായങ്ങൾ എടുത്തു. ഇനി നാളെ രാവിലെ എടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു പോകും. പക്ഷേ വരുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ നമുക്ക് നാളെയും ക്ലാസ് എടുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ചൂടാണ്, സൂര്യാഘാതമൊക്കെ വളരെ പ്രശ്നമാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, മറ്റെന്തെങ്കിലും ഓൺലൈൻ പ്രൊഡക്ട്സ്, അന്നദാനങ്ങൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും ഹോട്ടൽ റൂംസ് 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. 93 42 49 49 41. ഉടനെ ഞാൻ നോക്കാം എന്നുള്ള വാക്കൊന്നും ഞാൻ പറയില്ല. സമയം പോലെ ഓരോരോ മെസ്സേജുകൾ നോക്കി അതിന് റിപ്ലൈ തരിക. പിന്നെ വേറെന്താ, അതാത് ദിവസങ്ങളിൽ ജപിക്കേണ്ട നമ്മുടെ സഹസ്രനാമങ്ങളെല്ലാം തന്നെ ഞാൻ അതാത് വ്യത്യസ്തമായ ദിവസങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ വാട്സപ്പിലേക്ക് യൂട്യൂബ് വഴിയാണോ എന്താ പറയുക FB വഴിയാണോ ക്ലാസ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ 1-2 മാലയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മാർച്ചിലെ ഹാരത്തിൻ്റെ പെൻഡിങ് കഴിഞ്ഞു, ഏപ്രിലിലെ പെൻഡിങ് കഴിഞ്ഞു, ജാനുവരിയിലെ പെൻഡിങ് കഴിഞ്ഞു. ഇതോടുകൂടി ഇനി നമുക്ക്
ഫെബ്രുവരിയിലെ പെൻഡിങ് ആണ്. അപ്പം അത് 19-ാം തീയതി മുതലുള്ളത് പെൻഡിങ് ആണ്. കാരണം ഉത്സവത്തിന് പോകാനുണ്ട്. മാർച്ചിലും 1-2 പെൻഡിങ്സും കൂടി ഉണ്ട്. അപ്പോൾ ഉത്സവത്തിന് പോയതുകൊണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ ഹാരവും കൂടെ അണിയാൻ പറ്റും. പിന്നെ എല്ലാവരും കിച്ചൂട്ടനെയും ശ്രീമതി രാധാറാണിയും നന്നായി മുറുകെ പിടിക്കുക. സഹസ്രനാമങ്ങളെല്ലാം ചൊല്ലുക. എല്ലാ സഹസ്രനാമത്തിൻ്റെ സെറ്റും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആ സഹസ്രനാമങ്ങളെല്ലാം വാങ്ങുക. അതാത് ദിവസങ്ങൾ ജപിക്കുക. ആദിത്യ സഹസ്രനാമം, സൂര്യ സഹസ്രനാമമൊക്കെ ജപിക്കുക. സൂര്യൻ ഇപ്പോൾ വല്ലാണ്ട് നമ്മളെ അങ്ങ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അനുഗ്രഹം ഒന്ന് കുറച്ച് തരാൻ പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം കുറച്ച് കൂടുതലാണ് പുള്ളിയുടെ അനുഗ്രഹം ഇപ്പം. അത് നമുക്കങ്ങ് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. എല്ലാ ജീവജാലങ്ങളും അനുഗ്രഹം കൊണ്ട് വല്ലാണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ജരീസിലുള്ള എല്ലാവരും കൂടി ഇനി സൂര്യ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ അയ്യോ എന്നെ വിളിക്കുന്നേന്നും പറഞ്ഞുകൊണ്ട് പണ്ട് കുന്തിദേവി വിളിച്ച പോലെ കവചകുണ്ടലങ്ങളുമായിട്ട് വന്ന വലിയ പണിയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഒന്ന് പറയുക, കുറച്ച് അങ്ങയുടെ അനുഗ്രഹം ഒന്ന് കുറച്ചോളൂ, ഞങ്ങൾക്കൊരല്പം ശാന്തിയും സമാധാനവും തന്നോളൂ എന്നങ്ങോട്ട് പറയാം. ഇല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മളെയും കൊണ്ടേ പോകും. ഉഷാ സോമനാഥൻ മാതാജി മഞ്ജരീസിലിട്ടുള്ളൂ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. പിന്നെ മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ്? ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മെസ്സേജുകൾ ഇട്ടിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ കളയാതെ ക്ലാസ് കഴിയുമ്പോൾ ഇന്ന് ശിവസഹസ്രനാമം ചൊല്ലി. സൂപ്പർ. പ്രദോഷം തീരുന്ന സമയമാണിന്ന്. സഹസ്രനാമങ്ങൾ ഇതുവരെയും കിട്ടിയില്ല, കുറേ അയച്ചുകൊണ്ടിരിക്കണം മാതാജി. ഇനിയിപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അയക്കാൻ ഉള്ള പരിപാടികൾ ചെയ്യാം. ഓക്കെ. പിന്നെ ജൂലൈ മാസത്തിലെ തിരുപ്പതി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ പേര് തരാം. ജൂൺ മാസം 13, 14, 15 മഞ്ജരീസിൻ്റെ ആദ്യത്തെ തിരുപ്പതി യാത്രയാണ്. അതിൻ്റെ ടിക്കറ്റ്സും ടോക്കൺസും ഒക്കെ റെഡിയായി. നമ്മൾ മെയ്യിലായിരുന്നു ഫിക്സ് ചെയ്തത്. അമിതമായ ചൂട് കാരണം ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല, എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ജൂൺ 13, 14, 15 ആണ് നമ്മൾ പോകുന്നത്. വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് ഒരു ബ്രീഫ് തരാം. പണ്ട് കൂളിവാക എന്ന് പറയുന്ന പാർവതി ദേവിയുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞത്, ഇപ്പോൾ ചെറിയൊരു ഇത് തരാം. കൂളിവാക എന്നാണ് വിഷ്ണുമായ സ്വാമിയുടെ അമ്മയുടെ പേര്. ഒരിക്കൽ നമ്മുടെ കൈലാസത്തിൽ വെച്ചിട്ട് ഒരു ഉണ്ണി ഗണപതി ഭയങ്കരമായിട്ട് കരഞ്ഞു, വിശന്നിട്ട് കരഞ്ഞു. ആ സമയത്ത് പാർവതി ദേവി കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പം ഒരു സഹായിയായ ഒരു സ്ത്രീ പോയിട്ട് ഈ ഉണ്ണി വിശന്നിട്ടാണല്ലോ കരയുന്നതെന്ന് ഓർത്തുകൊണ്ട് പാല് കൊടുത്തു. ഉടനെ ഇത് കണ്ടുവന്ന പാർവതി ദേവിക്ക് ദേഷ്യം വന്നിട്ട് പാർവതി ദേവി പറഞ്ഞു, നീ ആരാണ് എൻ്റെ മകന് പാല് കൊടുക്കാൻ? നീ ഇവിടുത്തെ ഒരു സഹായിയല്ലേ, ഒരു ജോലിക്കാരിയല്ലേ, നീ ഇത് ചെയ്ത് തെറ്റല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കൽ എന്താണെന്നറിയോ? ദേവി പോലും ഇങ്ങനെ എന്താ പറയുക കാര്യവൈഭവം ഇല്ലാണ്ട് പെരുമാറിയില്ലെന്ന്. ഒരിക്കലല്ല. അവർ എന്തെങ്കിലും ഒരു മുന്നോടിയായ കാര്യമായ കാരണത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ദേവി അങ്ങ് ശപിച്ചു, നീ ചണ്ടാള കുലത്തിൽ പോയി പിറക്കട്ടെ, എൻ്റെ മകന് നീ പാല് കൊടുത്തോണ്ടെന്ന് പറഞ്ഞു. ഉടനെ മഹാദേവൻ വന്നിട്ട് ചോദിച്ചു, പാർവതി നീ എന്താ ചെയ്തത്? നീ കുളിക്കാൻ പോയി, നിന്റെ മകൻ കിടന്ന് കരഞ്ഞു, വിശന്നിട്ടല്ലേ കരഞ്ഞത്, ആ വിശപ്പല്ലേ അവർ മാറ്റിയത്, ചെയ്യാൻ കൊള്ളാമോ പാർവതി എന്ന് ചോദിച്ചു. ഉടനെ ദേവി വിചാരിച്ചു, ശരിയാണല്ലോ, ഞാൻ ചെയ്തത് വലിയ അപരാധമായി പോയി, അവൾ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്ത് വിശപ്പ് മാറ്റിയതല്ലേ എന്ന് ചിന്തിച്ചു. അങ്ങനെ ദേവി ആ ശാപത്തിനൊരു ശാപമോക്ഷം കൊടുത്തു. നീ ചണ്ടാള കുലത്തിൽ പിറന്നാലും ശൈവപുത്രന്മാർക്ക് ജന്മം നൽകുന്നത് വഴി നിനക്ക് ശാപമോക്ഷം കിട്ടി തിരിച്ച് കൈലാസത്തിൽ വരാൻ പറ്റുന്നു. അങ്ങനെ ഈ സ്ത്രീ കൂളിവാക എന്ന് പറയുന്ന പേരിൽ ഒരു ചണ്ടാള കുലത്തിൽ കാട്ടിൽ ഈ സ്ത്രീ ജനിച്ചു. അതീവ സുന്ദരിയായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ ജനിച്ച് കല്യാണമൊന്നും കഴിയാതെ തന്നെ മഹാദേവൻ ഒരിക്കൽ ഈ കാട്ടിൽ എന്തിനു വന്നു? ഇത് വനവാസമല്ല, എന്തിനാ വന്നിരിക്കുന്നത്? നായാട്ടിന് വന്നു. നായാട്ടിന് വന്ന ശേഷം എല്ലാവരും കഥ കേട്ടിരിക്കുക. എന്നാൽ ബാക്കി നാളെ പറയാം. മഹാദേവൻ നായാട്ടിന് വന്നു. ബാക്കി ഇനി നാളെ പറയാം. ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഇനി നാളെ പറയാം അല്ലേ? കമൻസ് നോക്കട്ടെ. വേണ്ട, അല്ല പറയ്. നല്ല സുഖമുണ്ടല്ലേ? വേണ്ട, പിന്നെ ഇനി എന്താ? ഇപ്പോ പറയണം. ഓഹോ, പറയൂ പ്ലീസ്, പറയൂ പറയൂ. ഓക്കെ, പറയാം. അങ്ങനെ മഹാദേവൻ, അയ്യോ പറയൂ. ഇല്ല ബേബി മാതാജി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സ്മോൾ പാർസൽ ചെയ്തിട്ടുണ്ടോ? ഐ എം എക്സൈറ്റഡ്. കിട്ടിയിട്ടില്ല, പറഞ്ഞോളൂ എന്നാ പറയാം. അങ്ങനെ മഹാദേവൻ നായാട്ടിന് വന്നു. ആ നായാട്ടിന് വന്ന രൂപമാണെന്ന് തോന്നുന്നുണ്ട് വേട്ടയ്ക്കൊരു മകൻ. അതെനിക്കൊരു സംശയമുണ്ട് കേട്ടോ, അത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും മഹാദേവൻ നായാട്ടിന് വന്നു.
നായാട്ടിന് വന്ന സമയത്ത് ഈ കൂളി വാകയെ കണ്ട് മഹാദേവൻ അങ്ങ് മോഹിച്ചു. ഇതൊരു കാരണം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മോഹം ഉണ്ടായത്. ഈ കൂളിവാകയാണെങ്കിലോ ശക്തമായൊരു പാർവതീ ദേവി ഭക്തയായിരുന്നു. കൂളിവാകയുടെ അടുത്ത് വന്നിട്ട് മഹാദേവൻ പറഞ്ഞു, ഞാൻ നിന്നിൽ അനുരക്തയായിരിക്കുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി, ഞാൻ എന്തായാലും നായാട്ട് കഴിഞ്ഞിട്ട് വരട്ടെ, എനിക്ക് നിന്നിൽ നിന്ന് സുഖം വേണം, സെക്സ് വേണം എന്ന് പറഞ്ഞു. ഇത് മഹാദേവനാണെന്ന് ആർക്ക് തിരിച്ചറിയാൻ സാധിച്ചു? കൂളിവാകയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കൂളിവാക നേരെ ദേവിയെ തപസ് ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കൂളിവാകെ നീ വിഷമിക്കേണ്ട, നീ സമാധാനമായിട്ടിരിക്കൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ കൂളിവാകയുടെ രൂപം ധരിച്ചു പാർവതീ ദേവി മഹാദേവന്റെ അടുത്ത് പോയി. രണ്ടുപേരും ബന്ധപ്പെട്ടു. അതിൽ ഒരു ഗർഭം ഈ പാർവതീ ദേവി സ്വീകരിച്ചു. ആ ഗർഭം മായാരൂപത്തിൽ പാർവതീ ദേവി ആർക്ക് കൊടുത്തു? കൂളിവാകയ്ക്ക് കൊടുത്തു. അങ്ങനെ കൂളിവാക അച്ഛനില്ലാതെ, അതായത് ഭർത്താവില്ലാതെ കൂളിവാക ഗർഭസ്ഥയായി. ആ ഗർഭം താങ്ങി കൂളിവാക പ്രസവിച്ചു. കാട്ടിലെ കനികളെല്ലാം ഭക്ഷിച്ചുകൊണ്ട്, കാട്ടിൽ എന്തൊക്കെ കിട്ടും അതാണ് കൂളിവാക കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് കൂളിവാക പ്രസവിച്ചു. നിരനിരയായി വരിവരിയായി 390 കുട്ടിച്ചാത്തന്മാരങ്ങനെ ജനിച്ചു. ഈ 390 പ്രസവവും കഴിഞ്ഞപ്പം ഓരോരോ നക്ഷത്രത്തിലാണ് ഓരോരോ കുട്ടിച്ചാത്തന്മാരിങ്ങനെ ജനിക്കുന്നത്. എല്ലാവരും നല്ലവരല്ല കേട്ടോ, എല്ലാവരും ഓരോരോ സ്വഭാവക്കാരാണ്. അങ്ങനെ ഈ കുട്ടികളങ്ങനെ കാട്ടിൽ 7 വയസ്സ് വരെ ജീവിച്ചു. കാട്ടുകനികളെല്ലാം ഭക്ഷിച്ചു കുട്ടികൾ അങ്ങനെ ജീവിച്ചു. കൂളിവാക ശാപമോക്ഷം കിട്ടി എവിടേക്ക് പോയി? കൈലാസത്തിലേക്ക് പോയി. ഈ കാടാണ് കൂളികുന്തവനം എന്നറിയപ്പെടുന്നത്. ഈ കാട്ടിൽ ഈ കുട്ടിച്ചാത്തന്മാര് ജീവിച്ച കാടാണ് കൂളികുന്തവനം എന്നറിയപ്പെടുന്നത്. പട്ടാമ്പി അടുത്ത് എവിടെങ്ങാണ്ടാണ്. ആ കൂളികുന്തവനത്തിലെ അവിടുത്തെ തിരുമേനിയുടെ പേര് പ്രവീണെന്നോ മറ്റോ ആണ്. അപ്പം അവിടെ ജീവിച്ചു. അങ്ങനെ 7 വയസ്സായപ്പം കുട്ടികൾ നേരെ എവിടെ ചെന്നു? കൈലാസത്തിൽ ചെന്നു. എന്തിന്? അച്ഛനോട് ആയുധം ചോദിക്കാൻ, ഞങ്ങൾക്ക് ആയുധം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ചെന്നിട്ട് മഹാദേവനാണ് ഇവരുടെ ജന്മലക്ഷ്യങ്ങൾ പറയും. ഇതെല്ലാം കൂടെ ചേർന്നാണ് വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത്. ഈ 390 എണ്ണവും കൂടെ ചേർന്നപ്പം വിഷ്ണുമായ സ്വാമിയായി. അങ്ങനെ ഈ കുട്ടിച്ചാത്തന്മാർക്ക് വിഷ്ണുമായ സ്വാമിക്ക് മഹാദേവൻ കൊടുത്ത ആയുധമാണ് കുറുവടി. ഇങ്ങനെ ഇട്ട് കിളിക്കുന്നില്ലേ, ആ കുറുവടിയും. അങ്ങനെ കുറുവടിയൊക്കെ മേടിച്ച് വാഹനം വേണമെന്ന് പറഞ്ഞു ഇവർക്ക്. അപ്പം മഹാദേവൻ പറഞ്ഞു, വാഹനം കിട്ടൂ, നീ ഭൂമിയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാഹനം തേടി ഈ കുട്ടിച്ചാത്തന്മാര് ഭൂമിയിൽ പോകുന്ന വഴിക്ക് ഒരു അസുരൻ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നു. കുട്ടിച്ചാത്തന് പോത്തിന്റെ രൂപത്തിൽ, മഹിഷി എന്ന് പറയുന്ന ഒരു പോത്തിന്റെ രൂപത്തിൽ ഉപദ്രവിക്കാൻ വന്നു. ഈ മഹിഷിയെ കുട്ടിച്ചാത്തൻ എന്ത് ചെയ്തു? അടിച്ച് പന്നം പാടിച്ച് നല്ല ശിക്ഷ കൊടുത്തിട്ട് മഹിഷിയുടെ പുറത്തങ്ങ് കയറിയിരുന്നു. ആരുടെ? പോത്തിന്റെ പുറത്ത്. ഈ പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ കാലൻ പോലും ഭയക്കുന്ന പറയണം. അങ്ങനെ ചെമ്പങ്കണ്ടൻ മുണ്ടൻ ആര്യൻ ചെറുപോത്തിന്റെ പുറമേറി വിഷ്ണുമായ എന്നൊരു ഗാനം തന്നെയുണ്ട്. ചെമ്പങ്കണ്ടൻ മുണ്ടൻ ആര്യം ചെറുപോത്തിന്റെ പുറമേറി വിഷ്ണുമായ അങ്ങനെ വരികയാണ്. ധർമ്മത്തിനായിട്ട് കലിയുഗത്തിൽ വിഷ്ണുമായയുടെ അതിശക്തമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ചാത്തന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശക്കാരെ പോലെയാണ്. കൊടുത്താൽ കൃത്യമായി തിരിച്ചും കൊടുക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഈ ചാത്തന്മാരെ ഉപാസിച്ചു വന്നിരിക്കുന്ന കുറേ വ്യക്തികൾ പണ്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആവണേങ്ങാട്ട് കളരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അറിയുമെന്നറിയില്ല, പലർക്കും അറിയില്ല. തൃശ്ശൂരാണ്. അവിടെ ഒരു അതിശക്തമായ ചാത്തനെ ഉപാസിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് ഓർത്തു കഴിഞ്ഞാൽ ചാത്തനോട് പറഞ്ഞു, ചാത്തൻ പണിയൊക്കെ എടുത്താണ്ട് അങ്ങോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവും സ്റ്റൈലും അങ്ങനെയാണ്. കാട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് പുള്ളി. അങ്ങനെ വളർന്നതുകൊണ്ട് അദ്ദേഹം ആ രീതിക്കാണ് വളർന്നു പോയത്. അദ്ദേഹം കോഴിയെ വിളിക്കുന്നത് കുക്കുടം എന്നാണ്. അങ്ങനെ കുക്കുടവും അതും ഇതൊക്കെ കഴിച്ച് കാട്ടുകനികളും കപ്പയും പുട്ടും ചിരട്ടപ്പിട്ടും ഒക്കെ കഴിച്ച് പനങ്ങളിലൊക്കെ കുടിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പോയത്. അത് അദ്ദേഹം ജീവിച്ച സാഹചര്യവും രീതിയും അങ്ങനെയാണ്. കൗളാചാര പ്രകാരമാണ് ഈ കുട്ടിച്ചാത്തനെ നമ്മൾ ഉപാസിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കുട്ടിച്ചാത്തനെ ഉപാസിച്ചു വന്നൊരു വ്യക്തി ആവണേങ്ങാട്ട് കളരിയിലുണ്ടായിരുന്നു. അത് ആവണക്ക് ചെടിയില്ലേ, അതുകൊണ്ടുള്ളൊരു കാടായിരുന്നു ആ പ്രദേശം. അതാണ് ആവണേങ്ങാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമായി മാറി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പറഞ്ഞു, കുട്ടിച്ചാത്തൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാം, ഞാൻ തിരിച്ചു വന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ആരോട്? കുട്ടിച്ചാത്തനോട്. കുട്ടിച്ചാത്തൻ പറഞ്ഞു, ശരി എന്നാ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഇരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നില്ല. അദ്ദേഹം ആ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. കുട്ടിച്ചാത്തനോട്ട് അവിടുന്ന് പോകാനും പറ്റില്ല.
അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അങ്ങനെ പെരിങ്ങോട്ടുകരയ്ക്കും ദേവസ്ഥാനത്തിനും ത്രിസ്ഥാനത്തിനും കാനാടി മഠത്തിനൊക്കെ വിവരമായിരിക്കുന്ന വിശദമായിരിക്കുന്ന ഓരോരോ ഹിസ്റ്ററികളുണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക, അവിടുത്തെ കുറേ ഹിസ്റ്ററികളൊക്കെ അവരൊക്കെ, ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലൊക്കെ പോയി. അവിടെയുള്ള ആളുകളോട് ചോദിച്ചാണ്, നമ്മളിത് പഠിക്കണമല്ലോ, എന്താ സംഭവം അറിഞ്ഞിരിക്കണമല്ലോ, പഠിച്ച് ചോദിച്ച് അങ്ങനെ ഓരോരോ ഹിസ്റ്ററി ഓരോരോ സ്ഥലങ്ങൾക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജോലി, അവർക്കുള്ള ജോലിയുടെ ഭാരം കുറയ്ക്കാൻ എല്ലാം ചെയ്യും കുട്ടിച്ചാത്തൻ. അദ്ദേഹം മുറവും മറവും നോക്കാതെ അദ്ദേഹം ജോലി ചെയ്യും. അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മായാവിയെ പോലെയാണ്. കോലം കാണിക്കില്ല അദ്ദേഹം. ഞാനാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം കാണിക്കില്ല. രൂപവും കോലവും കാണിക്കാതെയാണ് അദ്ദേഹം ജോലി ചെയ്യുക. മനസ്സിലായില്ലേ? ആധികാരികമായിട്ടുള്ള അതിന്റെ ഹിസ്റ്ററികൾ പിന്നെ അത് തന്നെ ഒരു ക്ലാസ് എടുത്തരാം. രൂപവും കോലവും കാണിക്കാതെ അദ്ദേഹം ജോലി ചെയ്യും. ശൈവപുത്രനാണ്. പാർവതീ ദേവിക്കും മഹാദേവനും ഉണ്ടായ കലിയുഗത്തിൽ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ശിഷ്ടന്മാരെ രക്ഷിക്കാൻ വന്ന ഒരു ദേവൻ തന്നെയാണ് അദ്ദേഹം. ഈ അയ്യപ്പസ്വാമിയുടെ വ്രതമണ്ഡല കാലം വരില്ലേ, അതിനെന്താ പറയാ, വൃശ്ചികമാസ വ്രതം വരില്ലേ, ആ സമയത്ത് കൗളാചാര പ്രകാരമാണ് സ്വാമിക്ക് നിവേദ്യങ്ങൾ വെക്കുന്നത്. ഈ മദ്യവും കോഴിയും ഇതൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കൂടിയും ആ സമയത്ത് സ്വാമിക്ക് നിവേദ്യം വെക്കുന്നത് സാത്വിക ഭാവത്തിലായിരിക്കും. കള്ളും കോഴിയൊന്നും വെക്കില്ല. കാരണം സ്വാമി സഹോദരനായിരിക്കുന്ന അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ സ്വാമിക്ക് അങ്ങനെയും വ്രതങ്ങളുണ്ട്. അതുപോലെ പുണർദം നക്ഷത്രത്തിലാണ് സ്വാമി ജനിച്ചതെന്ന് പറയുന്നു. പിന്നെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ചതല്ല, ശ്രീരാമസ്വാമിയുടെ നാള് പുണർദമാണ്. അപ്പൊ പുണർദത്തിൽ സ്വാമിക്ക് പ്രത്യേക വിശേഷാൽ വഴിപാടുകൾ ഒക്കെ ചെയ്യും. പെരിങ്ങോട്ട് വരെ 2 അമ്പലമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. റോഡ് സൈഡിൽ കാണുന്ന 1-2 അമ്പലങ്ങൾ അത്രേ അറിയൂ. അപ്പം അങ്ങനെയുണ്ട്. ശ്രീരാമസ്വാമിയുമായിട്ടും ചാത്തന് നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ശ്രീരാമസ്വാമി നമ്മുടെ രാവണനുമായി യുദ്ധം ചെയ്ത സമയത്തെ എന്താ പറയാ, യുദ്ധം ചെയ്തപ്പോൾ എങ്ങനൊക്കെ രാവണനെ കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അത്രേ. അങ്ങനെ ഇരിക്കെ ശ്രീരാമസ്വാമി മഹാദേവനോട് അപേക്ഷിച്ച സമയത്ത് മഹാദേവൻ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട് നാട്ടില്, അവനെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുട്ടിച്ചാത്തൻ പോയിട്ട് ശ്രീരാമസ്വാമിയെ രാവണനെ നിഗ്രഹിക്കാനുള്ള യുദ്ധത്തിൽ സഹായിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മായാസമയത്തെ മായം വെടിഞ്ഞു പറഞ്ഞവനെ എന്നൊരു പേരുണ്ട് രാമായണത്തിൽ. അങ്ങനെ ഒരു പേരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കറക്റ്റ് ലൈന്, മായാമുനിയോട് മന്ദം സമയത്തെ മായം വെടിഞ്ഞു പറഞ്ഞവനെ എന്നാണ്. മായാമുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ. മായാമുനിയോട് മന്ദം സമയത്തെ, കുറച്ച് സമയത്തെ മായം വെടിഞ്ഞു പറഞ്ഞവനെ ആരാണ്? ശ്രീരാമസ്വാമി. മായാമുനി എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തൻ. മായാമുനിയോട് മന്ദം സമയത്തെ, കുറച്ച് സമയത്തെ മായ കാണിക്കാൻ പറഞ്ഞവനെ ശ്രീരാമസ്വാമിയാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ തലയിറക്കും തോറും ഈ കംസൻ വീണ്ടും വീണ്ടും കംസനല്ല, രാവണൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കോലവും കാട്ടാതെ, ആളെ കാട്ടാതെ, കോലം കാട്ടാതെ കൊട്ടാരരമന മുകളിൽ കല്ലുവാരി എറിഞ്ഞവനും കുട്ടിച്ചാത്തൻ. കാരണം രൂപവും കോലവും ഒന്നും ഭഗവാൻ കാണിക്കാതെ കൊട്ടാരത്തിന്റെ മുകളിലായാലും കല്ലുവാരി എറിയും ഭഗവാൻ, വിഷ്ണുമായ ഭഗവാൻ. അങ്ങനെ ആളെയും കോലയും ഒന്നും കാണിക്കാതെ രാവണനെ കൊല്ലാൻ ശ്രീരാമസ്വാമിയെ സഹായിച്ചു ആര്? ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. അതുകൊണ്ടാണ് തൃപ്രയാർ ക്ഷേത്രം ഇരിക്കുന്ന ആ തൃശ്ശൂർ ജില്ലയിൽ കുട്ടിച്ചാത്തന്മാർക്ക് ഇത്രയും സ്ഥാനം വന്നത്, ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത്. മറ്റു ഈ ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കുട്ടിച്ചാത്തന്മാരെ ഇതുപോലെ ആരാധിക്കില്ല. തൃശ്ശൂർ ജില്ലയിൽ ആ തേവരുടെ സ്ഥാനത്തോടനുബന്ധിച്ച് തൃപ്രയാർ ഭാഗത്ത് കുട്ടിച്ചാത്തൻ ഇത്രയും സ്ഥാനം കിട്ടാനുള്ള കാരണം അതാണ്. എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീരാമസ്വാമിയുടെ തൃപ്രയാർ ക്ഷേത്രത്തിനകത്ത് സ്വാമിക്ക് സ്ഥാനമുണ്ടെന്ന്, വിഷ്ണുമായ സ്വാമിക്ക് സ്ഥാനമുണ്ടെന്ന്. പുറത്ത് മണ്ഡപത്തിലാണ് ഹനുമാൻ സ്വാമിയെ വെച്ചത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പറഞ്ഞൊരു കേട്ടറിവ് എനിക്കുണ്ട്. അപ്പം അങ്ങനെ ശ്രീരാമസ്വാമിയുമായിട്ട് ഒരടുത്ത ബന്ധം ഈ വിഷ്ണുമായ സ്വാമിക്കുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ കുട്ടിച്ചാത്തൻ സ്വാമി കൗളാചാര പ്രകാരമായതുകൊണ്ട് പുറത്താണ് ഇരിക്കുക, അകത്തിരിക്കില്ല. കാരണം നിവേദ്യങ്ങൾ രണ്ടും 2 രീതിയിലായതുകൊണ്ട് പുറത്താണ് ഇരിക്കുക. എല്ലാവരും വളരെ സീക്രട്ടായിട്ട് ആരാധിക്കുന്ന ഒരു ഭഗവാനാണ് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. അങ്ങനെയുണ്ട്. പിന്നെ ആണെങ്കിൽ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും സ്വാമി ചെയ്യും, സ്വാമി ഉപാസിച്ചു കഴിഞ്ഞാൽ. പക്ഷെ കൃത്യം കാര്യങ്ങളായിരിക്കും. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്.
അങ്ങനെയൊക്കെ ഒരുപാട് കുറേ നെഗറ്റീവ്സ് സ്വാമിയെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്വാമി ഒരു പോസിറ്റീവാണ്. ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സഹായം മാത്രം പിടിച്ചു പറ്റി നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് നിങ്ങോട്ട് പോകും. അപ്പോൾ അവർക്ക് ആ സഹായം കിട്ടാതെ വരുമ്പോൾ അവർ ദുരിതം അനുഭവിക്കും, അല്ലേ? അതുപോലെയാണ് സ്വാമിയും ചെയ്യുന്നത്. നമ്മൾ സ്വാമിയോട് എപ്പോഴും സഹായം ചോദിച്ച് സ്വാമി എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ സ്വാമിയെ യൂട്ടിലൈസ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ സ്വാമി അങ്ങ് പോകും. പിന്നെ നമ്മൾ കഷ്ടത്തിലാവും. അങ്ങനെയാണ് സംഭവം. തൃപ്രയാർ ഉള്ളിലുണ്ടല്ലേ. അപ്പം അങ്ങനെ. അപ്പം സ്വാമി അപ്പം നമ്മളെന്താ പറയുമോ, ചാത്തനെ ഉപാസിച്ച് ഞാൻ നശിച്ചു പോയി എന്ന് പറയും. ഒരിക്കലില്ല. കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായി കിട്ടിയാൽ കൊടുക്കേണ്ട നിവേദ്യം കൃത്യമായി കൊടുത്താൽ മതി. അപ്പം സ്വാമിയിൽ നിന്ന് നമുക്ക് യാതൊരു വിഷമമാണ്. അദ്ദേഹം എന്താ പറയുക, ഉപദ്രവിക്കുന്നല്ല, അദ്ദേഹം പോകുന്നതാണ്. മനസ്സിലായി? അദ്ദേഹം നമ്മളെ വിട്ട് പോകുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, മറ്റെന്തെങ്കിലും? വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് തീർന്നു. മറ്റെന്തെങ്കിലും ഉണ്ടോ? സൗന്ദര്യ മാതാജിക്കായിരുന്നു വിഷ്ണുമായെ കുറിച്ച് അറിയാൻ ആഗ്രഹം. ഇതൊരു ചെറിയൊരു സ്റ്റോറിയുടെ ഭാഗം മാത്രമാണ്. വിശദമായിട്ട് സ്വാമിയെക്കുറിച്ച് പിന്നെ പറഞ്ഞുതരാം. ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിന്റെ ചുറ്റുമാണ് ഈ കുട്ടിച്ചാത്തന്റെ ക്ഷേത്രങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന്റെ ശ്രീരാമസ്വാമിയുടെ തേവരുടെ നട അടച്ചു കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടിച്ചാത്തന്റെ ഒക്കെ ക്ഷേത്രത്തിൽ രാത്രി 12 മണിക്ക് പൂജ തുടങ്ങുന്നത്. അവിടെ 12 മണിക്കൊക്കെ എന്തൊക്കെയോ നിവേദ്യം കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ സമയത്ത് കണ്ണൂരുണ്ടല്ലേ. ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ഇതുപോലെ ഉപാസനാർത്ഥം കൊണ്ടുപോയി ഉപാസിച്ച് പിന്നെ ആ സ്ഥലത്ത് സ്വാമി ഇരുന്ന് അവർക്കുള്ള നിവേദ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് മൂർത്തികളുടെ ഒരു ലിസ്റ്റ് തന്നെ നമ്മളുടെ ഇതിലുണ്ട്, ഹൈന്ദവത്തിലുണ്ട്. എന്താ പറയുക, ദേവീ ഭാവങ്ങൾ തന്നെ എത്രയാണ്, 64 കലകളും 108 ഭാവങ്ങളും ഒക്കെ ദേവിക്കുമുണ്ട്. ശാകംബരിയായി, ശതാക്ഷിയായി, ചാമുണ്ടിയായി, ബഹളാമുഖിയായി, അങ്ങനെ 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 കുറേ ഭാവങ്ങളുണ്ട്. ഒക്കെ പയ്യെ പയ്യെ നമുക്ക് എടുക്കാം. പയ്യെ പയ്യെ ഞാനും പഠിച്ചിട്ട് പറഞ്ഞുതരാം. പഠിക്കാതെ പറയാൻ പറ്റില്ല. സ്വാമി അങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ആളോ പേടിക്കുന്ന ആളോ ഒന്നുമല്ല. പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വാമി വരുന്ന ആ സ്റ്റൈല് ഭയങ്കര സ്റ്റൈലായിരിക്കും. ആ മണി കിലുക്കി ഇങ്ങനെ പോത്തിന്റെ പുറത്ത് ഇങ്ങനെ വരും സ്വാമി. സ്നേഹിച്ചവനെ ഒരിക്കലും സ്വാമി കൈവിടില്ല. അങ്ങനെയാണ് സ്വാമിയുടെ ഒരു രീതി. പക്ഷെ നമ്മളെല്ലാം സാത്വിക ഭാവത്തിൽ പോകും. സാത്വിക ഭാവത്തിലും സ്വാമി ആരാധിക്കാം എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൗളാചാരമാണ്. കാട്ടിൽ വളർന്നോളൂ. ഇപ്പം നമ്മളാണെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലേ? മറ്റ് സ്റ്റേറ്റുകളിലെ ഭക്ഷണത്തിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതി നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ സ്വാമി കൂളി കുന്തവനത്തിൽ ഇരുന്നത് കൊണ്ട് ആ വനത്തിലെ ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പുറത്തുള്ള ഭക്ഷണം ഇഷ്ടമല്ല. മറ്റെന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് വളയനാർ കാവിലുണ്ട്, വളയനാട് ക്ഷേത്രത്തിൽ. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഇതുപോലെയുള്ള ആരാധനകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി വ്യത്യസ്തമായ ആരാധനകളാണ്. വയനാട്ടിലൊക്കെ ഉണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഓരോരുത്തർ കൊണ്ടേ ഉപാസിച്ച് എല്ലാ സ്ഥലങ്ങളിലും സ്വാമിയുടെ ഒരു സാന്നിധ്യം ഉണ്ട്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും ചാത്തനെ ഉപാസിക്കുമായിരുന്നു. ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഉപാസനയാണത്. ഉപാസിച്ച് ചാത്തനെ കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ നേടിയെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് മാറി. ഇപ്പൊ പല 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 കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. സ്വാമിയുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ എന്താ പറയുക മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കട്ടെ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു സ്വാമിയെക്കുറിച്ചുള്ള കുറേ അറിവുകൾ. ഒരുപാടുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മളിതിങ്ങനെ വായിച്ചു പോവുകയാണെങ്കിലേ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി മുന്നോട്ടേക്കുള്ളതെല്ലാം പിന്നീട് പറഞ്ഞുതരാം ഞാൻ, കേട്ടോ. അതിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനത് ശരിക്കും പറഞ്ഞുതരാം കുറേ വിശദമായിട്ട്. വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. ശൈവ വൈഷ്ണവ ശാക്തേയമാണത്. ശൈവവും വൈഷ്ണവയും ശാക്തേയവും കൂടിയതാണ് വിഷ്ണുമായ സ്വാമി. മൂന്നും കൂടെ ഉള്ളത്. മണിക്കിലുക്കം ഇവിടെയാണ്. ഹരേ കൃഷ്ണ എന്നുള്ളതിൻ്റെ ആ കുഞ്ഞ് കൃഷ്ണൻ ഇങ്ങനെ ആടുന്ന ഒരു സാധനം ഞാൻ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃഷ്ണൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക.
അതിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ ഹരേ കൃഷ്ണ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ആടിക്കൊണ്ടിരിക്കുക. കാണിച്ചുതരാം. കണ്ടോ? അതിലൊരു കുഞ്ഞൊരാളിരുന്ന് ആടുന്നുണ്ടോ? ആ ആളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ. ആ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ നിശബ്ദമായിരിക്കുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കിച്ചൂട്ടൻ ഇങ്ങനെ അതിൻ്റെ നടുക്കിരുന്ന് ഇങ്ങനെ തിരിയുന്നത് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു വെണ്ണ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് അത് കാണാൻ. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചാൽ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട താഴെ ആ ഹരേ കൃഷ്ണ എന്നുള്ള ആ റൗണ്ട് ബോർഡ്. അതങ്ങനെ പ്രത്യേകിച്ച് എവിടെയും കാണാൻ കിട്ടില്ല. കണ്ടപ്പോൾ വേഗം മേടിച്ചു. അപ്പം ശരി, കാണാം നമുക്ക്. പിന്നെ മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഡൗട്ട്സ്? വേറെ കഥ ഇഷ്ടംപോലെ കഥകളുണ്ട്. കഥ പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളുണ്ട്. ഇത് നോക്കട്ടെ, ഇത് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കാം. ബൾക്കായിട്ട് കിട്ടിയാൽ ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തൂക്കി വയ്ക്കും. നല്ല രസമാണ്. നോക്കട്ടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ കേട്ടാ. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭാത് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപ്രേഷൻ കി ജയ്. ഒന്നും കൂടെ കാണിക്കുമെന്നോ? കാണിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കാണിച്ചു. അടുത്തുനിന്ന് കാണിച്ചു. അങ്ങോട്ട് തിരി. ഇതേയിരിക്കണം. ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതാണ്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചത്. ആ മേലെയുള്ളത് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത്. ആ ചട്ടി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി തൂക്കിയിട്ടതാണ്. ഞാൻ നോക്കട്ടെ, എനിക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ ഞാൻ വാങ്ങി അയച്ചു തരാം കേട്ടോ. എവിടെന്നെങ്കിലും കിട്ടും, അപ്പം ഞാൻ വാങ്ങി അയച്ചു തരാം. ഓക്കെ. അതൊക്കെ പിന്നെ പ്രഭുബാജിയാണ്. ഫുള്ളായിട്ട് ആ ഏരിയ മൊത്തം പ്രഭുബാജിയാണ്. അപ്പോൾ ശരി. ഹരേ കൃഷ്ണ. നാളെ കാണാം.